أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل بسيدنا محمد على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم صلاة سلام الله. وبارك على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وسلم على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما سلمت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم وتحنن على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل سيدنا محمد وأزواجه وذريته كما تحننت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم أنت النور فنور بصائرنا بنور معرفتك، وأنت الحق فثبت أقدامنا على صراط هدايتك، وأنت الغني فاغننا بفضلك عمن سواك. عونك اللهم فيما نحاول، وعفوك عن الزلل المداخل، ومددك الممدود لكل متعرض متوسل سائل. وبعد، الحمد لله. അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ വലിയ നിഅമത്താണ് ഈ റമദാൻ മാസത്തിൽ കൂടി നമ്മൾക്ക് നടന്നു പോവുക എന്നുള്ളതും അതിൽ ഇബാദത്ത് എടുക്കുക എന്നുള്ള തൗഫീഖ്. അതിന് അള്ളാഹുവിന് ശുക്രിയ. ഇബാദത്തുകളിൽ നിലനിൽക്കുക. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ഭയങ്കരമായ ഒരു വാക്കാണ്. മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹ് ഫഅബ്അദഹു അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞല്ലോ, മിമ്പർമ കയറിയപ്പോൾ, ആദ്യത്തെ പടി കയറിയപ്പോൾ പറഞ്ഞു, മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹ് ഫഅബ്അദഹു അല്ലാഹ്. അല്ലാഹ് അവനെ ദൂരമാക്കട്ടെ. റമദാന് പ്രവേശിച്ചിട്ട് അവന് പുറത്തു വരുമ്പോൾ അവനക്ക് പൊറുക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ദൂരമാവട്ടെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ദൂരമാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമീൻ എന്ന് പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതാ. വദുആഉൻ നബി മുസ്തജാബ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ജവാബുള്ളതാ. അപ്പോൾ അതുകൊണ്ട് സലഫുസ് സാലിഹ് റഹിമഹുമുല്ലാഹ്, സലഫുസ് സാലിഹ് എന്ന് പറയുമ്പോൾ ചിലവരെ തലയിൽ ആദ്യത്തെ 3 നൂറ്റാണ്ട് മാത്രമേ വരുള്ളൂ. സലഫുസ് സാലിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാലിഹ്യങ്ങളായ സലഫ് എല്ലാവരും സലഫാണ്. കാരണം സാലിഹായ സലഫാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഖലഫായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങൾ പറയാണ്, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലു. ഈ ഇൽമ് എല്ലാ സലഫിൻ്റെ അടുത്തുനിന്ന് ഖലഫ് ഏറ്റുവാങ്ങുന്നു. അപ്പോൾ സലഫിൻ്റെ അടുത്തുനിന്ന് ഖലഫ് ഏറ്റുവാങ്ങണം എന്നുണ്ടെങ്കിൽ ഖലഫിന് ഒരു സാലിഹായ സലഫ് വേണം. ഖലഫിന് ഒരു സാലിഹായ സലഫ് വേണം. അപ്പോൾ സലഫുസ് സാലിഹ് എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ 3 നൂറ്റാണ്ട് പെട്ട്, അതിൻ്റെ ശേഷമുള്ളതും പെട്ട്. കാരണം നമ്മൾക്ക് അവർ സലഫാണ്. കണ്ടുവന്ന കാലം വരെ സലഫുസ് സാലിഹ് റളിയല്ലാഹു അൻഹും റമദാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാന് കഴിഞ്ഞ 6 മാസം വരെ ഇവരെ ദുആ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ, റബ്ബന റമദാന് ഖബൂൽ ചെയ്യണമെന്നാ. പിന്നെ അടുത്ത 6 മാസം അടുത്ത റമദാനിക്കുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഒരു മുഅ്മിന് ഈ റമദാൻ കഴിഞ്ഞോടെ എന്ത് ചെയ്തിട്ടില്ല? അയാളുടെ മേലുള്ള ബാധ്യത തീർന്നിട്ടില്ല. അയാൾ അമൽ കബൂൽ ചെയ്ത് എന്നുള്ളതിൻ്റെ ഒരു വലിയ അടയാളം എന്താണെന്നറിയോ? അയാളിൽ മാറ്റം വരാ, അയാൾ നാവിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന രീതിക്കുള്ള സംസാരം വരാ, ദുആയിൽ തന്നെ ഒരു മാറ്റം വരാ. റബ്ബേ, പാവിയാണ്, അബ്ദാണ്, ആ റമദാൻ സ്വീകരിച്ചെന്നെ. റമദാൻ സ്വീകരിക്കുന്നത് റബ്ബിൻ്റെ കയ്യിലാണ്, നമ്മളെ കയ്യിലല്ല. അപ്പോൾ സ്വീകരിക്കാനുള്ള രീതിക്ക് നമ്മൾ നടക്കണം.
അതിൻ്റെ ഒരു ഭാഗമാണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്തൊരു കരാറുണ്ട് റമദാനിൽ. റമദാൻ്റെ രസം എന്താണെന്നറിയോ? അള്ളാഹു ജല്ല ജലാലുഹുവിന് ഇബാദത്ത് ഈമാനോട് ഇഹ്തിസാബോടെ എടുത്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബെന്ന് പറഞ്ഞു. അതുപോലെ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാൻ. ഇവിടൊക്കെ ഒരു ഈമാൻ ഇഹ്തിസാബുണ്ട്. ഒരു ഈമാൻ ഇഹ്തിസാബ് ഉണ്ടായി നോമ്പ് നോറ്റവനക്ക് എന്താ റമദാൻ കഴിഞ്ഞാൽ നോമ്പില്ലേ? അപ്പോൾ ഈമാൻ ഇഹ്തിസാബിൻ്റെ അടയാളം അവിടെ പോയി. ഈമാൻ ഇഹ്തിസാബായിരുന്നോ? സംശയിക്കേണ്ടത്. രാത്രി നിസ്കരിക്കുന്ന ഒരാൾ പറ്റേ വിട്ടുപോയി എന്നറിയുമ്പോൾ വലിയ മുസീബത്തല്ലേ? പറ്റേ വിട്ടുപോകരുതല്ലോ. ഒരു മുഅ്മിനൊരു അവനക്കൊരു മിനിമം ക്വാളിറ്റി ഹവ്വെങ്കിലും ഉണ്ടാവണം. മിനിമം ക്വാളിറ്റി എങ്കിലും ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് അബൂ ഹുറൈറ അബൂ ദർദ റളിയല്ലാഹു അൻഹുമാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത വസിയ്യത്തെങ്കിലും കൊണ്ടെടുക്കാൻ നോക്കണം. മിനിമം ക്വാളിറ്റിയിൽ. എന്താണ് ഈ വസിയ്യത്ത്? ഔസാനി ഖലീലി, എൻ്റെ ഖലീൽ എന്നോട് വസിയ്യ ബി സലാസ്, 3 കാര്യം. എന്തൊക്കെ? 3 കാര്യം. ലാ അദഉനി, അത് വിടരുത്, ഞാൻ വിടിയില്ല. ഏതൊക്കെയാണ്? ദുഹാ നിസ്കാരം. ഒന്ന് ദുഹാ നിസ്കാരം. 2 വഅൻ അസൂമ 3 3 ദിവസം, ഒരു മാസത്തിൽ മിനിമം 3 ദിവസങ്ങൾ നോമ്പ് വെക്കാം. അതൊരിക്കലും വെടിയരുത്. പിന്നെ വഅൻ ഊതിറ ഖബ്ല അൻ അനാം, ഉറങ്ങണതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാം. ഉറങ്ങണതിന് മുമ്പത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിത്ർ ആരാണ് ഉറങ്ങണതിന് മുമ്പ് നിസ്കരിക്കുക? അവസാനമായി ഉറക്കത്തിൽ നിന്ന്, അതായത് സുബഹിൻ്റെ മുമ്പ് ഉറക്കത്തിൽ നിന്ന് എണിച്ച് വിത്ർ നിസ്കരിക്കുന്ന ഉറപ്പില്ലാത്തവർ അവരെന്ത് ചെയ്യണം? ഉറങ്ങണതിന് മുമ്പ് നിസ്കരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ രാത്രി ദീർഘനിസ്കാരമില്ലാത്തവർ ദുഹ പതിവാക്കണം. അപ്പം ഈ 3 കാര്യം വസിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു മിനിമം ക്വാളിറ്റി കൊണ്ടെടുക്കണം. പിന്നെ ഖുർആനായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. ഓതി തീർത്തവരും ഓതി തീർക്കാതെ മടി പിടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കാത്തവരും അതിൻ്റെ ഇടയിൽ ഓതി നിർത്തിവെച്ചവരും ആരാവട്ടെ, ഓതി തീർന്നവർ പുതിയ തുടങ്ങുക. റമദാനിലത്തെ സ്പീഡ് വേണമെന്നില്ല, കുറവെങ്കിലും കൊണ്ടെടുക്കണം. എന്നും പതിവായിട്ട് എല്ലാ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ എടുക്കുക. ഒരു 2 പേജെങ്കിലും ഓതാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചോദിക്കണം, അല്ലാഹു ജല്ല ജലാലുഹു, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലെങ്കിൽ അള്ളാഹുവിനോട് സിദ്ഖോടെ വാഗ്ദാനം ചെയ്ത കൂട്ടരിൽ നമ്മൾ പെടണില്ലേ? കാരണം ഖുർആന് തുറന്നിട്ട് എനിക്ക് ഓതാനുള്ള ഒരു മനസ്സ് വരുന്നില്ല എന്നറിയുമ്പോൾ അത് മുസീബത്താണ്. റമദാനിൽ ഇപ്പോൾ വന്നിട്ടില്ല എന്നറിയുമ്പോൾ മുസീബത്താണ്. കാരണം അതൊരു ഒരു ഒരു ഇൻഡിക്കേറ്ററാണ്. കബൂലായില്ലേ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. എന്ത്? അവിടെ ഖുർആൻ ഓതിയത് ഇപ്പോൾ ഖുർആൻ മടക്കി വെക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇൻഡിക്കേറ്ററാണ്. റമദാൻ കഴിഞ്ഞപ്പോൾ എന്തായി? റമദാനിൽ അയാളെ അമലില്ലേ കാട്ടിക്കൂട്ടലായിരുന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്ററാണ്. കാരണം റമദാനിൽ ഖുർആന് വീണ്ടും കേൾക്കാനും ഓതാനും ബാക്കിയുള്ള മാസങ്ങളിൽ ഉന്മേഷം കിട്ടാൻ ഈ റമദാൻ വരുന്നത്. അത് ഉന്മേഷം കിട്ടണില്ല. റമദാനിന് മാത്രമായിട്ടാണ് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ സ്വയം ചോദിക്കണം. അപ്പോൾ റമദാനിൽ ഏതൊക്കെ ഏറ്റെടുത്തു അതൊക്കെ കൊണ്ടെടുക്കാം. ഏതൊക്കെ? നോമ്പ് കൊണ്ടെടുക്കുക. രാത്രിക്കലത്തെ നിസ്കാരം മിനിമം ഒരു 3 റക്അത്ത് വിത്തറും 2 റക്അത്ത് തഹജ്ജുദ് ഇല്ല, രാത്രി ഉറങ്ങണതിൻ്റെ മുമ്പാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക. ഖിയാം രാത്രിക്കലത്തെ നിസ്കാരം 3 റക്അത്ത് വിത്തർ നിസ്കരിക്കുക, കൊണ്ടെടുക്കുക. ഉറക്കത്തിൽ നിന്ന് എണിക്കണില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ദുഹ നിസ്കരിക്കുക. പിന്നെ മാസത്തിൽ 3 ദിവസങ്ങളിൽ നോമ്പ് വെക്കാം. മാസത്തിൽ ഇത് മിനിമം കൊണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞു പോയ റമദാൻ നമ്മളതിൽ ഹക്ക് വീട്ടി എന്ന് ഒരാളും വാദിക്കേണ്ട ആവശ്യമില്ല.
കാരണം സ്വയം അള്ളാഹിൻ്റെ മുന്നിൽ അവർക്ക് സ്വയത്തിൻ്റെ മുന്നിൽ അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഉറപ്പിച്ചും തർപ്പിച്ചും പറയും ഹക്കിൻ്റെ കാലിൻ്റെ കാല് അയാൾ കൊടുത്തിട്ടില്ല. കാരണം എത്ര ആൾ കൊടുത്തിട്ടുണ്ടാവും? ഒരാൾ പറയുകയാണ് ഞാൻ 2-3 ഖത്മത്ത് ചെയ്ത്, അയാളും സ്വയം ചോദിച്ചൊക്കെ ആ ഖത്മത്ത് ശരിക്കുമായിരുന്നോ എന്നുള്ളത്. ഇനി നോമ്പ് ഒറ്റെന്ന് അറിഞ്ഞ അയാൾ നോമ്പ് ശരിക്കുമായിരുന്നോ എന്നുള്ളത് നോക്കാം. ഒക്കെ പരിഹരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പിന്നെ അമലിൽ നമ്മൾ നിലനിൽക്കുക. ചിലപ്പോൾ ഈ അമൽ നിലനിൽക്കണോടെ റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ദീനുണ്ട് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് കബൂലാക്കിയേക്കാം. അഹദ് മനസ്സിലായ ആർക്കെങ്കിലും അഹദ് മനസ്സിലാകത്തണ്ട. അഹദ് എന്ന് പറഞ്ഞ വാഗ്ദാനം, ഞാൻ കരാറെടുത്തിരിക്കുന്നു ശരിയായ രീതിക്ക് നോമ്പൊക്കുക എന്നുള്ളത്. ആ ഒരു കരാറിൽ നിലനിൽക്കുന്നത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല റമളാൻ കബൂലാക്കാം പറ്റൂല. നമ്മൾ ആ ഒരു ഈമാനോടെയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിദായത്തുൽ ഹിദായ തുടങ്ങി വെച്ച് അൽഹംദുലില്ലാഹ്. അത് നമ്മൾ പൊടി എന്താണ് ബുക്കുള്ളവർ അവർ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ബുക്കിന് ചിലപ്പോൾ പൊടി പിടിച്ചിട്ടുണ്ടാവും. മനസ്സിലാണെങ്കിൽ അതിലും ചിലപ്പോൾ കുറേ പൊടി ഉണ്ടാവും. ഇതിലുള്ളത് അമൽ ചെയ്യാൻ നോക്കാം. ഇതും ഒരു എന്താണ് അലാമത്താണ്. ഒരു മുഅ്മിന് അള്ളാഹുവിൽ കടക്കേണ്ടത് എന്നുള്ള ഒരു അലാമത്താണ്. ഹിദായത്തിൻ്റെ തുടക്കം എന്നാ പറഞ്ഞത്. ഹിദായത്തിൻ്റെ തുടക്കം അവസാനമല്ല. ഹിദായത്ത് കിട്ടിയവൻ്റെ വഴിയൊന്നും അല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹിദായത്ത് വേണ, ഹക്കായ ഹിദായത്ത് വേണ. അപ്പം ഇതിലുള്ള മിനിമം ക്വാളിറ്റി ഇതിലുള്ളെങ്കിലും പ്രവർത്തിക്കാം. ഇതിലുള്ളത് മുഴുവനായിട്ട് ഒരാളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കുക. അയാൾ ഇങ്ങനെ ഓതുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ദിക്ർ ചെല്ലുമ്പോൾ നിസ്കരിക്കുമ്പോഴൊക്കെ ഹഷ്യത്തും ഖുശൂഉം കൽബിൽക്ക് അത് കയറണില്ല എന്നുണ്ട് അയാൾ മനസ്സിലാക്കുക. ഇതിലുള്ള മിനിമം ക്വാളിറ്റി ഇല്ലാണ്ട് ഇപ്പോൾ ഇതൊക്കെ കയറാന്ന് പറഞ്ഞാൽ അതൊരു അതിശയകരമായ ഒരു വിഷയമാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് അത് വേറെ വിഷയം. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലർ പറയും ചില അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളായ മനുഷ്യന്മാർ നിസ്കരിക്കുമ്പോൾ ആകാശം ഇടിഞ്ഞ് വീണാലും അവരെ നിസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വരില്ല. കേട്ടില്ലേ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മളെന്താ അങ്ങനെ ആവാത്തത്? ആദ്യം ഇതിലുള്ളത് മിനിമം പ്രവർത്തിക്കുന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുക. ഹിദായത്തിൻ്റെ തുടക്കം ആദ്യത്തെ പടി ചവിട്ടിയിട്ടില്ല, ഡോറ് തുറന്നിട്ടില്ല. എന്നിട്ട് ഇയാൾ ഇപ്പോൾ പറയാണ് എനിക്കിപ്പോൾ അവസാനത്തെ പടിയിലേക്ക് എത്തണം. ദാഖ ഹലാവത്തൽ ഈമാനിലേക്ക് പെടണം. ഈ ദാഖ ഹലാവത്തൽ ഈമാൻ കേട്ടിട്ടുണ്ട? ഈമാന് രുചിക്കുന്ന അവസ്ഥ. രുചിക്കാൻ പറ്റുമോ? രുചിക്കാൻ പറ്റും. അത് കൽബിയായ ഏറ്റവും ഉയർന്ന രീതിക്കുള്ള അമല്. അതായത് ബിദായം കഴിഞ്ഞ് വഴി നടന്ന് അവസാനം എത്തുമ്പോഴുള്ള ഒരു ഇതുണ്ട്. റിളൻ്റെ അങ്ങേറ്റം മർറദിയ ബില്ലാഹി റബ്ബ ദാഖ ഹലാവത്തൽ ഈമാൻ. ഈമാനിൻ്റെ രുചി, അതിൻ്റെ മധുരം, അതിൻ്റെ രുചി അവർക്ക് കിട്ടും. ആർക്ക്? മർറദിയ ബില്ലാഹി റബ്ബ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇബ്നു മസ്ഊദേ നിങ്ങൾ എത്രയൊക്കെ കണ്ണ് ഗദ്ദുൽ ബസർ ഉണ്ടായിരിക്കുമെന്നോ അത്രയും കൽബിൽ ഹലാവത്ത് ഉണ്ടാവുന്ന. അള്ളാഹുവിന് വേണ്ടി അവന് കണ്ണ് എന്ത് ചെയ്ത് ഹറാമീന്നും വേണ്ടാത്തതീന്നും, ഹറാമ് മാത്രമല്ല മക്റൂഹ് ആയതാവട്ടെ ബാക്കിയുള്ളതാവട്ടെ, അതിന് അവൻ്റെ കണ്ണ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായ അള്ളാഹു എൻ്റെ കൽബിൽ ഹലാവത്ത് ഇട്ട് കൊടുക്കും. അതിൻ്റെ പകരമായി അള്ളാഹു അവനക്ക് കൽബിൽ ഹലാവത്ത് ഇട്ട് കൊടുക്കും. ഈമാൻ്റെ ഹലാവത്ത് ഇട്ട് കൊടുക്കും. നിസ്കാരത്തിലൊരു രുചി ഉണ്ടാവും, റാഹത്ത് ഉണ്ടാവും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അരിഹ്ന ബിഹാ യാ ബിലാൽ, റാഹത്ത് തരണേ നിസ്കാരത്തിൽ കൂടി. ആ അവസ്ഥയ്ക്ക് എത്തണം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ അതിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടിയാണ് ഈ വിദായ. അതിനാണ് ഈ വിദായത്തുൽ ഹിദായ എഴുതിയതും. ഇപ്പം വിദായത്തിലുള്ള ഹിദായത്തിൻ്റെ വിദായത്തായിലുള്ളത് നിങ്ങൾ എത്ര ശതമാനമാണ് ഇതിലുള്ള പ്രവർത്തിക്കുന്നത് എന്ന് സ്വയം നോക്കാം. എന്നിട്ട് നോക്കാം. ഒരാൾ കാണണം 50% മുകളിൽ ഞാനിത് അമൽ ചെയ്യേണ്ടെന്ന് കണ്ടാൽ അള്ളാഹുവിനെ ശരിക്കും പറയാം, അള്ളാഹുവിന് കൈ ഉയർത്തി റബ്ബേ അൽഹംദുലില്ലാ
കാരണം ലഇൻ ശകർതും ലഅസീദന്നകും, അപ്പോൾ അള്ളാഹു തൗഫീഖ് വീണ്ടും തരും. റബ്ബെ തൗഫീഖ് തരണേന്നറിയാം, പൂർത്തിയായിട്ട് അമൽ ചെയ്യാൻ നോക്കാം. നമ്മളെ ഉസ്താദുമാർ 2 കൊല്ലം 3 കൊല്ലം ഇരുന്നിട്ട് ഓതണ കിതാബാണ് ഈ ചെറിയ കിതാബ്. ഈ 3 കൊല്ലം ഇരുന്നിട്ട് ഓതണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 2 കൊല്ലം ഇരുന്ന് ഓതാ. ഇതാ ഈ ചട്ടം ഇതുവരെ ഉള്ളോ കിതാബ്. ഈ 3 കൊല്ലം 2 കൊല്ലം ഇരുന്ന് ഓതാ. കൊല്ലം ഓതാന്ന് പറഞ്ഞ ഉസ്താദിൻ്റെ അടുത്ത് ഓതൽ മാത്രമല്ല, അത് പണിയെടുക്കും, അമലയ്യും. അമലയ്യാതെ ഇത് വിടിയൂല. അതുമാത്രമല്ല, ഒരു സാലിഹായ മനുഷ്യന് മിനിമം ക്വാളിറ്റി ഇതില്ലാതെ മോളിക്ക് വന്നൊന്നും പറയാൻ പറ്റില്ല. അയാളുടെ അടുത്ത് ഇതുണ്ടാവും. ഇനി ഒരാൾ കാണുകയാണ് 100% ഇതുണ്ട് അയാളുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഗസാലി ഇമാം പറയുകയാണ്, അതുപോലെ തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുള്ള കാര്യമാണ്, അയാൾക്ക് ഹലാവത്തിന് അയാൾ തയ്യാറായിക്കോളൂ. ഏത് നിമിഷം അയാളെ കൽബിക്ക് അള്ളാഹുവിൻ്റെ ഖശ്യത്ത് വരും, തഖ്വ വരും, വറാഅ് വരും. മനസ്സിലായ? അപ്പം ഇത് കൊണ്ടെടുക്കുക. നമ്മൾ ഇതിലാകെ എടുത്ത ഭാഗം ഏതാ? ഉറക്കത്തിൽ നിന്ന് എണിച്ചാൽ ചൊല്ലുന്നത്. അതിലത്തെ മിനിമം മാത്രമല്ല, ഇതിലുള്ളത് മൊത്തം ചൊല്ലാൻ നോക്കാം. മിക്കവരും ഇത് ചൊല്ലേണ്ടാവും. എന്ത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അതല്ലാത്ത ഇതിൽ പറഞ്ഞത് മൊത്തം ചൊല്ലണ എത്ര ആൾക്കാരുണ്ട്? സ്വയാലോചിക്ക, മൊത്തം ചെല്ലാൻ നോക്കാം. അതുപോലെ തന്നെ ഒളു എടുക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒളുവിൻ്റെ എല്ലാ സുനനുകളും എടുത്തിട്ട് ഒളു എടുക്കുക. ഒളുവിൻ്റെ സുനന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കുറേ അഹദ് കഴിഞ്ഞ് ഒരു മനുഷ്യന് ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചോദിക്കുക, ഞാൻ എന്താ ചെയ്യുന്നത്? കാട്ടിക്കൂട്ടലാണോ? ചില ഒളു എടുക്കുക അങ്ങനെ ആദ്യത്തെ പോലെ ബാത്റൂം പോകും. ബാത്റൂമിലാണെങ്കിൽ പൈപ്പ് ഉറക്കും, കൈ ഇങ്ങനെ ആക്കും, മുഖം ഇങ്ങനെ കൈയിൻ്റെ തല ഇങ്ങനെ ആക്കും. ചിലവരുണ്ട് ഇങ്ങനെ ആക്കും, കാല് രണ്ടും ഇങ്ങനെ നീട്ടി വെച്ച് കൊടുക്കും. ചിലവർ ഇങ്ങനെ തേമ്പി കഴുകുകയും ചെയ്യും. ഇതാണോ ഒന്നു? വുളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഅ്മിൻ്റെ വുളൂ ഇങ്ങനെ ആയിരിക്കരുത്. ഇത് ഉദ്റുള്ള വയ്യാത്തവൻക്ക്, തീരെ വെള്ളമില്ലാത്തവൻ ഒന്നും എടുക്കണം വുളുവാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വയ്യാത്തവൻക്കും വെള്ളമില്ലാത്തവൻക്കും ഉദ്റുള്ളവർക്ക് കൊടുത്ത വുളുവാണ് ഈ മിക്കവരും എടുക്കണ വുളുവ്. ഒരു മനുഷ്യന് മുഅ്മിന് എടുക്കേണ്ട വുളു പൂർണ്ണമായ വുളു അല്ലത്. ഇന്ന് മിക്കവരും എടുക്കണ വുളു. അപ്പോൾ പൂർണ്ണമായ വുളു എങ്ങനെ? ബിസ്മില്ലാഹി ചൊല്ലി അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നറിഞ്ഞ് ചൊല്ല. ഖിബ്ലനെ മുന്നിട, തെറിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിവാവുക. എന്നിട്ട് കൈ കഴുകുക, വെള്ളം എടുക്കുക, കൈ കഴുകുക ബിസ്മി ചൊല്ലിയതിൻ്റെ ശേഷം. മിസ്വാക്ക് എടുക്കുക, പല്ല് തേക്കുക, വെള്ളം എടുക്കുക, വായൽക്ക് വലത്തെ കൈ ഈ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ നിന്ന് പകുതി ഭാഗം വായൽക്ക് എടുക്കുക, കൊപ്പിളിക്കുക, വായ കൊപ്പിളിക്കുക, നന്നായിട്ട് കൊപ്പിളിക്കുക, ഇങ്ങോട്ടൊക്കെ തീർന്നാക്കുക നോമ്പില്ലെങ്കിൽ. എന്നിട്ട് തുപ്പ, എന്നിട്ട് ബാക്കിയുള്ള വെള്ളം മൂക്കി കയറ്റുക. എങ്ങനെ മൂക്കി കയറ്റുക. എന്നിട്ട് ഈ കൈയിൻ്റെ ഈ വിരലുകൊണ്ട് ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഉള്ളിക്കാക്ക ചീറ്റ, എടുത്ത ഭാഗത്തേക്ക് ചീറ്റ. അങ്ങനെ 3 വട്ടം ചെയ്യുക. അങ്ങനെ 3 വട്ടം ചെയ്യുക. നോമ്പില്ലെങ്കിൽ ഒരു 4ാമത്തെ വട്ടം ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ വെള്ളം എടുക്കുക, ഖിബ്ലനെ മുന്നിട്ട് വെള്ളം എടുക്കുക. മുഖത്ത് അടിക്കരുത്. വെള്ളം എടുത്ത് കുറച്ച് വെള്ളം മതി. അത് സാവധാനത്തോടെ മുഖം തേച്ച് കഴുകുക. കണ്ണും മുഖമൊക്കെ തേച്ച് കഴുകുക. നീട്ടി കഴുകുക. അപ്പോൾ കഴുത്തും വരും. നീട്ടി കഴുകുക, മുഖത്തിൻ്റെ ഭാഗമായിട്ട് കഴുത്തും വരും. അപ്പം ഇങ്ങനെ നീട്ടി കഴുകുക. കുറച്ച് മുടിൻ്റെ കുറച്ച് ഭാഗം കയറ്റി കഴുകുക. കാരണം ഇവിടെ ബോർഡറാണ്. അപ്പോൾ അവിടെ കൂടി വെള്ളം തട്ടണ്ടേ ഉറപ്പായിട്ട്. അപ്പോൾ കുറച്ചുകൂടി കയറ്റുക, ഇവിടെ കുറച്ചുകൂടി താത്ത. കട്ടിയുള്ള താടി ഉള്ള ആളാണെങ്കിൽ ഉള്ളിക്ക് വെള്ളം നന്നായിട്ട് എന്ത് ചെയ്യുക, തിക്കി കഴുകുക. അങ്ങനെ 3 വട്ടം ചെയ്യുക. വലത്തെ കൈ കഴുകുക,
എങ്ങനെ വലത്തെ കൈ കഴുകുക? വലത്തെ കൈ ഇതാ, നമ്മൾ കപ്പിന്നൊക്കെ ആണെങ്കിൽ കോരിറ്റൊക്കെ ആണെങ്കിൽ ഇതാ ഇങ്ങനെ കഴുകുക, ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴുകുക. മനസ്സിലായോ? പരമാവധി പൈപ്പിൻ്റെ ചോട്ടി കൊണ്ടക്കാണ്ടിരിക്കുക, വെള്ളം എടുത്തിട്ട് കണ്ട് കഴുകാൻ നോക്കുക, ഇസ്രാഫ് വരും. വലത്തെ കൈ കഴുകുക, തേച്ച് കഴുകുക, കയറ്റി കഴുകുക. എടുത്ത കൈയും അങ്ങനെ തന്നെ, കൈ ഇതാ ഇങ്ങനെ ആക്കുക, ഇതാ ഇതൊക്കെ കഴുകുക. അതിന് ശേഷം തല തടുക, മുഴുവനായിട്ട് തടുക, പകുതിയല്ല, കുറച്ചല്ല. അത് ഉദറുള്ളവർക്കും അത് സാധാരണ അത് കല്ലാണ്, ഫർള് മാത്രമേ എടുക്കണുള്ളൂ, സുന്നത്ത് എന്താ എടുക്കാത്തത്? മുടി മുഴുവനായിട്ട് തടുക, മുടി മുഴുവനായിട്ട് തടുക. മറിയുന്ന മുടിയുള്ള ആളാണ്, കുറച്ച് വലിയ മുടിയാണെങ്കിൽ തിരിച്ചും ഒന്നെന്നറിയുന്നത് ഇങ്ങനെ ആക്കി തിരിച്ചെടുക്കുമ്പോൾ ഒന്നാവുള്ളൂ. ആ മുടിയിനൊപ്പം എന്താണ് ചെവിടും തടുക. അത് കഴിഞ്ഞിട്ട് പുതിയ വെള്ളം എടുത്തിട്ട് 3 വട്ടം ചെവിട് തടുക, പുതിയ വെള്ളം എടുത്തിട്ട് ചെവിട് തടുക. അത് കഴിഞ്ഞിട്ട് കാല് കഴുകുക, കാല് നന്നായിട്ട് കയറ്റി കഴുകുക. അതിനൊപ്പം കാലിൻ്റെ ഈ ചെറിയ വലത്തെ കാലിൻ്റെ ഈ ചെറിയ വിരലിൻ്റെ ഇടയിൽ കൂടി ഇതാ കൈ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ, എന്നിട്ട് ഈ എടുത്ത കാലിൻ്റെ കാലുമ്മൽ നമ്മളെടുത്ത കൈയിൻ്റെ ഈ ചെറിയ വിരലോട് താഴെ കൂടി ഇതാ ഇങ്ങനെ ആക്കി മുഴുവനായിട്ട് എന്ത് ചെയ്യുക, തിക്കി കഴുകുക. എന്നിട്ട് ഖിബിലനെ മുന്നിട്ടിട്ട് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. കണ്ണുയർത്തി, കൈ ഉയർത്തി, കണ്ണും കൈ ഉയർത്തിയിട്ട് എന്ത്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. 3 വട്ടം ചൊല്ല. എത്ര ആൾക്കാർ ചെയ്യേണ്ട? ഒരു ദിവസത്തിൽ 1 വട്ടമെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാൾ സ്വയം ചോദിക്കുക, അയാളെന്താ വികലാംഗനാണോ? അല്ലാഹു ഇത്ര റഹ്മത്ത് തന്നിട്ട്. സമയമല്ല എന്ന് അറിയണ ആൾക്കാർ അയാൾ സ്വയം ചോദിക്കുക, എന്താ ഇപ്പം സമയമില്ലാത്തത്? ഒന്നു കൊടുക്കാനാ, നിസ്കരിക്കാനാ? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂം പോകണ വിഷയങ്ങൾ പറഞ്ഞ് അത് മുറാജഅ ചെയ്താൽ മതി. പിന്നെ ഇന്നുള്ളത് ആദാബുൽ ഖുറൂജി ഇലൽ മസ്ജിദ്. അങ്ങനെ ഒരാൾ ബാത്റൂം പോയി, ഉറക്കത്തിൽ നിന്ന് എണീച്ച് ബാത്റൂമിൽ പോയി, വസ്ത്രം ധരിച്ച് ബാത്റൂം പോയി പുറത്തേക്ക് വന്ന് ഇനി പള്ളിയിൽ പോകാൻ തയ്യാറാവേ. അപ്പോൾ ഒരാൾ പള്ളിയിൽ നിന്ന് പോകാൻ തയ്യാറായാൽ ഇനി എന്താ ഉള്ളത്? അതാണ് ഇന്നത്തെ അധ്യായം. ആദാബുൽ ഖുറൂജി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പാലിക്കേണ്ട അദബുകൾ. ഇത് എല്ലാ സുന്നത്തുകളും എല്ലാതും ഉൾപ്പെട്ടെന്നല്ല, കുറവ് ഒരു മുഅ്മിനെ കാണുമ്പോൾ ഇതെങ്കിലും ഉണ്ടാവണം. ഹിദായത്ത് ഉദ്ദേശിക്കുന്നവൻ എന്നും രൂപത്തിൽ ഇബാദത്ത് എടുക്കാനോ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യാനാ? ഖൽബിയായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കണം. ഇതാ ഇതിയുള്ള പോലെ ചെയ്യാം. ഫൈദാ ഫറഗ്ത മിൻ തഹാറതിക്, തൻ്റെ ശുദ്ധി, അതായത് ബാത്റൂം പോയി മൂത്രയിച്ച് അല്ലെങ്കിൽ ബാത്റൂം പോയി കാര്യങ്ങളൊക്കെ സാധിച്ച് ഒന്നുകൊടുത്ത് വന്നില്ലേ, അതൊക്കെ കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫസല്ലി ഫീ ബൈതിക, ഇതിപ്പോൾ ഉറക്കത്തിന് സാധാരണ ഇറക്കുന്നത് എപ്പോഴാണ്? സുബഹിക്കല്ലേ? ഫസല്ലി ഫീ ബൈതിക, ഇത് മിനിമം ക്വാളിറ്റിയാണ് പറയുന്നത്. തഹജ്ജുദിന് നിസ്കരിക്കണ ആളെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്. തഹജ്ജുദിന് നിസ്കരിക്കണ ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നേരത്തെ തന്നെ എണീച്ച് ബാത്റൂം പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവും. ഇതാരെ കുറിച്ചിട്ടാണ് പറയുന്നത്? രാത്രിൻ്റെ അവസാനം, അതായത് രാത്രിൻ്റെ അവസാനം വിത്ർ നിസ്കരിക്കുന്ന ആളല്ല. ഇഷ കഴിഞ്ഞിട്ട് വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ മിനിമം ക്വാളിറ്റിൻ്റെ ആൾക്കാർ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചാൽ ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി കാര്യങ്ങളൊക്കെ സാധിച്ച് വന്നതിന് ശേഷം സുബഹി ബാങ്ക് കൊടുത്തേക്കണ്. അപ്പോൾ ഫസല്ലി ഫീ ബൈതിക റക്അതൈൽ ഫജ്രി ഇൻ കാനൽ ഫജ്റു ഖദ് തലഅ,
2 റക്അത്ത് ഫജ്റിൻ്റെ നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. സുബഹിൻ്റെ സുന്നത്ത് 2 റക്അത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ചെയ്തായിരുന്നു അങ്ങനെയാണ്. കദാലിക കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒരു മസ്അലത്ത് വരുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. വീട് അടുത്തുള്ളവർക്കാണ് ഇത് ബാധകമുള്ളൂ. ഏത്? വീട്ടിൽ നിന്നുള്ള നിസ്കാരം. വീട് അടുത്തല്ല, ആദ്യത്തെ സഫ് കിട്ടൂല എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ പോയിട്ട് അവിടെ ഹാജരാവാം. അവിടെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പ് തന്നെ എത്താം. അപ്പോൾ അയാൾക്ക് വീട്ടിൽ നിസ്കരിക്കുന്ന സുന്നത്ത് കിട്ടൂല ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഫضല് കൊണ്ട് ഇതിൻ്റെ ഫضല് അയാൾക്ക് കൊടുക്കും. മനസ്സിലായ? അതായത് അടുത്ത് വീടുണ്ട്, ആദ്യത്തെ സഫൊന്നും ഒഴിവാവില്ല എന്നുള്ളവർ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? വീട്ടിൽ നിസ്കരിക്കുക. അതേ സമയത്ത് നമ്മൾ മഅ്മൂമാണ്, ആദ്യത്തെ സഫ് ഒഴിവാവില്ല, നമ്മൾക്ക് ബാക്കിൽ തന്നെ ഇമാമിൻ്റെ ബാക്കിൽ തന്നെ ആദ്യത്തെ സഫ് കിട്ടൂല എന്നുള്ള ഒരു വിഷയം വരുന്നുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പോ അല്ല ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിക്ക് എത്താം, എന്നിട്ട് അവിടുന്ന് സുന്നത്ത് നിസ്കരിക്കാം. പറഞ്ഞ ക്ലിയറാണോ? രണ്ടും വൈരുദ്ധ്യമല്ല, രണ്ടും 2 അവസ്ഥകളാണ്. പറഞ്ഞ ക്ലിയറാണോ? ഏതാ 2 അവസ്ഥ? ഒന്ന് സുബഹിൻ്റെ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കുക, അത് സുന്നത്താണ്. ആർക്ക്? വീടെടുത്തും ആദ്യത്തെ സഫ് കിട്ടും എന്നുള്ളവനിക്ക്. നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായിരുന്നു, മാമൂമായിരുന്നില്ല, ഇമാമായിരുന്നു. ആദ്യത്തെ സഫിൻ്റെ വിഷയം നോക്കണ്ട. പക്ഷെ പള്ളിയിൽ സഹാബാക്കൾ വന്നായിരുന്നു ബാങ്കിൻ്റെ സമയത്ത്. കാരണം മാമൂമിങ്ങൾക്ക് ആദ്യത്തെ സഫ് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വീട്ടിൽ നിസ്കരിക്കാനൊക്കെ പ്രാധാന്യമുണ്ട് ആദ്യത്തെ സഫിന്. ആ തഹയ്യത്ത് നിസ്കാരത്തിൽ നിസ്കരിക്കും, അത് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയറായി തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നിസ്കരിച്ചെന്ന് അറിഞ്ഞിട്ട് ഒരാൾ ആദ്യത്തെ സഫ് ഒഴിവാക്കിയിട്ട് വീട്ടിൽ നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് തിരിഞ്ഞിട്ടില്ല കാര്യം എന്ന് മനസ്സിലാവാം. ثم توجه إلى المسجد. അപ്പോൾ ثم توجه إلى المسجد, എന്നിട്ട് നേരെ ഇത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക? പള്ളിക്കാണ്ട് നടന്നു പോകാം. ولا تدع الصلاة في جماعة. ഇവിടെ ഒരു സുന്നത്തുണ്ട്, ഇവിടെ പറഞ്ഞിട്ടില്ല. എന്ത്? സുബഹി സുന്നത്ത് കഴിഞ്ഞാൽ കിടക്കൽ സുന്നത്താണ്, ഉറങ്ങലല്ല. വലത്തെ ഭാഗത്ത് കിടക്കൽ സുന്നത്താണ്. അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് ആ സുന്നത്തിനെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾ ഫർള് നിസ്കാരം കഴിഞ്ഞിട്ടാണ് സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ചതെന്നുണ്ടെങ്കിലും ആ സുന്നത്തിന് ശേഷം ആ കിടത്തം വരും. മനസ്സിലായ? കാരണം ആ കിടത്തം എന്തിനെ ബന്ധപ്പെട്ടതാണ്? സുന്നത്തിനെ ബന്ധപ്പെട്ടതാണ്. നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ആ കിടത്തം കിടന്നിരുന്നത്. ആ കിടത്തം കിടക്കണതിൽ ഒരു സുന്നത്തായ ഒരു ദുആ ഉണ്ട്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്രാഫീൽ വറബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അജിർനി മിനന്നാർ. 3 വട്ടം ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്താണ്? اللهم رب جبريل وميكائيل وإسرافيل ورب محمد صلى الله عليه وسلم أجرني من النار. അങ്ങനെ ഒന്നുകൂടി പറഞ്ഞൊക്കെ. اللهم رب جبريل اللهم رب جبريل وميكائيل وإسرافيل ورب محمد صلى الله عليه وسلم أجرني من النار. 3 വട്ടം ചൊല്ലിയൊക്കെ. ورب محمد صلى الله عليه وسلم أجرني من النار. ഒന്നുകൂടി ഓർക്കണം ചൊല്ലിയൊക്കെ. ميكائيل وإسرافيل ورب محمد صلى الله عليه وسلم أجرني من النار. 3 വട്ടം ചൊല്ല ആ കിടത്തത്തിൽ.
ആ കിടത്തം എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൽബിന് ഉണർത്തലാണ്, പിന്നെ അതുപോലെ തന്നെ മരണത്തിന് ഓർമ്മപ്പെടുത്തലൊക്കെ ആയിട്ടാണ്. ഇത്തിബായിട്ടും ആ അർത്ഥങ്ങളിലേക്ക് പിന്നീട് എത്തിച്ചേരും ഒരു മുഅ്മിന്. സുന്നത്തായിട്ട് ആ ഒരു നിമിഷം, ആ 3 ചെല്ലണ ആ ഒരു നിമിഷമെങ്കിലും കുറച്ചു നേരം എന്ത് ചെയ്യുക, വലത്തെ ഭാഗത്ത് ചെരിഞ്ഞ് കിടക്കുക, അത് നോക്കാം. എന്നിട്ട് പറഞ്ഞു വലാ തദഇ സ്വലാത ഫീ ജമാഅത്ത് നിസ്കാരം വെടിയരുതേ, ഒഴിവാക്കരുതേ, ഒരിക്കലും ഒഴിവാക്കരുതേ. ലാ സിയ്യമാ സ്വലാത്തി സുബ്ഹ്, സുബ്ഹി നിസ്കാരം പ്രത്യേകിച്ചിട്ട് എന്താണ് സുബ്ഹി നിസ്കാരം. കാരണം സുബ്ഹി നിസ്കാരം ഒരാൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിഫലം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അഅലം എത്ര വലിയ പ്രതിഫലമാണെന്നറിയോ. ആരേലും സുബ്ഹി ജമാഅത്ത് നിസ്കരിച്ചാൽ അത് അവൻ അള്ളാഹുവിൻ്റെ കാവലാണ്. ആരേലും ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് പകുതി രാത്രി ഉണർത്തിയ പോലെയാണ്. ആരേലും സുബ്ഹി നിസ്കരിച്ചാൽ അതിൻ്റെ മുമ്പത്തെ രാത്രി മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത പോലെ ജമാഅത്ത് നിസ്കരിച്ചാൽ അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബശ്ശിരിൽ മശാഈന ഫി ദുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. ഇരുട്ടത്ത് രാത്രി എന്ന് പറയുന്നത് ഇശാവും സുബ്ഹിയാണ് മഖ്സൂദ്. എന്ത് നടക്കുന്നവൻ, പള്ളിയിലേക്ക് നടക്കുന്നവൻ, ജമാഅത്തിന് വേണ്ടി നടക്കുന്നവൻക്ക് അവനക്ക് ബിശാറത്ത് കൊടുക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക. എന്ത് ബിന്നൂരി താം, പൂർണ്ണമായ പ്രകാശം അവനക്ക് അള്ളാഹു കൊടുക്കുന്നുള്ളത്. അത് കിട്ടണ സുബ്ഹി ജമാഅത്ത് നിസ്കരിക്കണം. വിടിയൽ വലിയ മുസീബത്താണ്, ഖൈറില്ലാത്തതാണ്. ഫസലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരം തഫ്ദുലു സലാത്തൽ ഫദ്ദി ബി 27 ദറജ, ഒറ്റക്ക് നിസ്കരിക്കണതിനെക്കാട്ടി 27 പടി മുകളിലാണ്. 27 പടി എന്ന് പറഞ്ഞാൽ ഈ 27 എന്ന് പറയുന്നത് നിങ്ങൾ പള്ളിക്ക് പോകുമ്പോൾ ഒരു കാല് വെച്ചാൽ കൂലി കിട്ടുന്നതും ഒരു കാലെടുത്താൽ പൊറക്കുന്നത് കൂട്ടണ്ട, അതൊന്നും അതിൽ പെടൂല. 27 പെടൂല, അതൊന്നും പെടണില്ല. പിന്നെ പള്ളി കടന്നു കഴിഞ്ഞാൽ അവൻക്ക് അള്ളാഹുവിൻ്റെ മലക്ക് അവൻ്റെ മേൽ ഇസ്തിഗ്ഫാർ ചെല്ലുന്നതും അതിൽ ഈ 27 പെടണില്ല. നേരത്തെ വന്ന് ആദ്യത്തെ സഫീക്ക് നിന്നാൽ ഉള്ള കൂലി അതും ഈ 27 പെടണില്ല. ഒരാൾ ജമാഅത്ത് കിട്ടിയാൽ 27 ദറജത്ത് കിട്ടിയതാ. അപ്പം അതിൻ്റെ ഒപ്പം ഇനി എന്തൊക്കെയുണ്ട്, അത് ഒറ്റക്ക് നിസ്കരിച്ചാൽ കിട്ടൂല. ഇനി ഒരാൾ പള്ളിയിലത്തെ ജമാഅത്തും കഴിഞ്ഞ് പള്ളി പോയി ജമാഅത്തും കിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കുടുംബത്തിനായിട്ട് ജമാഅത്ത് ഞങ്ങൾ നിസ്കരിക്കാം. ജമാഅത്ത് വിടിയരുത് എന്നാ, ജമാഅത്ത് ഒരിക്കലും വിടിയരുത്. ഒരു മുഅ്മിൻ്റെ അടയാളം ജമാഅത്ത് നിസ്കരിക്കാം. എന്നിട്ട് പറഞ്ഞു فإن كنت تتساهل مثل هذا الربح, ഇതുപോലത്തെ എളുപ്പമായ പ്രതിഫലമുള്ള കാര്യം, റിബഹ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, സുന്നത്താണല്ലോ ഈ പ്രോഫിറ്റ്, ഈ സിമ്പിളായ എളുപ്പമായി കിട്ടുന്ന ഈ പ്രോഫിറ്റ് നിങ്ങൾ വിടുകയുണ്ടെങ്കിൽ ഫഅയ്യു ഫായിദത്തിൻ ലക ഫീ തലബിൽ ഇൽമി, ഈ ഇൽമു പഠിക്കുന്നതും ഇൽമു മനസ്സിലാക്കുന്നതും അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിച്ച് വന്ന് നിങ്ങൾക്ക് എന്തപ്പോൾ കൂടുതൽ ഫായിദത്തുള്ളത് കേട്ടു പോകാന്നാ, കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഇൽമ്? സ്വയം ചോദിക്കണം, ഞാൻ വാളിന് എന്തിനാ പോണത്? എൻ്റെ നിയ്യത്ത് സാദിഖാണോ? എൻ്റെ നിയ്യത്ത് ശരിയാണോ? ശരിയാണെങ്കിൽ ഞാൻ അവിടെ പോണത് അവിടുത്തെ മൊയ്ലാർ പറയുന്ന എന്താണ് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ മൊയ്ലാർ എന്ത് പറഞ്ഞ്, എങ്ങനെ പറഞ്ഞ്, ഈണത്തി പറഞ്ഞോ ഇണത്തി പറഞ്ഞില്ലേ, ആ മൊയ്ലാർ പറഞ്ഞ് ശരിയാണോ തെറ്റാണോ നോക്കാനല്ല ഞാൻ അവിടെ പോണത്. പിന്നെന്തിനാ പോണത്? എനിക്ക് നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ള മഖ്സദിലാണ് പോകണം. അങ്ങനെ പോയിരിക്കെ വിജയമുള്ളോ? അങ്ങനെ ഒരു മനുഷ്യൻ പോവാവോ?
ഇനി അഥവാ അയാൾ പറയുന്നത് ശരിയാണോ എന്ന് ഉറപ്പില്ലാൻ പോവണ്ട. ആരാ പോകാൻ നിർബന്ധിച്ചത്? പോവുകയും ചെയ്യണം, കുറ്റം പറയുകയും ചെയ്യണം. എന്തിനാണ്? അപ്പോൾ ഇയാൾ അള്ളാഹുവിൻ്റെ വജീനാണോ? ഈ ഇൽമ് പഠിക്കുന്നതും അതിനാണോ ഇയാൾ പോണത്? ഒരു ഇൽമ്, നിങ്ങളിപ്പോൾ ഇതൊക്കെ അറിഞ്ഞല്ലോ, ഈ അറിഞ്ഞതിൻ്റെ ഫലം എവിടെ? പ്രവർത്തിച്ചാലാണ്. ഇപ്പം നിങ്ങളിതൊക്കെ കേൾക്കാൻ വരുന്നത് എന്താണ്? എന്തിനാ? ഞാൻ ശനിയാഴ്ചത്തെ ദർസിയിൽ പോയി എന്ന് പറയാനാണോ? വെള്ളിച്ചത്തെ ദർസി പോയി എന്ന് അറിയാനാണോ? ആണെങ്കിൽ അന്ത വഹദ്ദുക ദുനിയ അത്രയേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതേ സമയത്ത് ഇത് കുറച്ചെങ്കിൽ ചില ആൾക്കാർ പറയും മജ്ലിസി വന്നിട്ട് ഉമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മലക്കുകൾ വന്ന് നോക്കും. അപ്പോൾ റബ്ബിൻ്റെ അടുത്ത് മലക്കുകൾ ചെന്ന് പറയും, റബ്ബെ അവരൊരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഒരുമിച്ച് കൂടി? അവരെ ഉദ്ദേശം എന്താണ്? റബ്ബെ ഉദ്ദേശം സ്വർഗമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അപ്പോൾ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ ചോദിക്കും. കണ്ടിട്ടില്ല. അവർ ചോദിക്കുന്നുണ്ട്, അവരതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവർ മലക്കുകൾ പറയും കണ്ടിട്ടില്ല. അപ്പോൾ അവരത് കണ്ടാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ മലക്കുകൾ പറയും കണ്ടാൽ ഇനിയും അള്ളാഹുവിൽ കടക്കാൻ ശ്രമിക്കും, ഇനിയും തേടും. പിന്നെ എന്തിനാണ് കാവലിനെ ചോദിക്കുന്നത്? എന്തിനാണ് കാവലിനെ ചോദിക്കുന്നത്? നരകത്തിൽ നിന്നാണ് റബ്ബെ, ശിക്ഷയിൽ നിന്നാണ് റബ്ബെ. അപ്പോൾ നരകവും ശിക്ഷയും കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടാൽ എങ്ങനെയിരിക്കും അവരുണ്ടാവുക? അപ്പോൾ പറയും കണ്ടാൽ ഇതിനെക്കാട്ടിയും കൂടുതലായിരിക്കും അവരെ തേട്ടം. അപ്പോൾ ഫൈനി ഖദ് ഗഫർതു ലഹും, അവർക്ക് എല്ലാവർക്കും ഞാൻ പുറത്തെടുത്തിരുന്നു. അപ്പോൾ മലക്ക് പറയും ആ കൂട്ടത്തിൽ ഇന്ന വ്യക്തികളുണ്ടായിരുന്നു. അയാൾ ഉദ്ദേശിച്ചതൊന്നായിരുന്നില്ല, അയാൾ കയറി വന്നതാണ്. അപ്പോൾ പറയും ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസ്, ആ കൂട്ടത്തിൽ കൂടിയപ്പോൾ അയാളും കൂടി രക്ഷപ്പെട്ട്. ഒരാൾ അത് മാത്രം ഉദ്ദേശിച്ച് വന്നാണെങ്കിൽ അയാൾ സ്വയം ചോദിക്കുക, എല്ലാവരും അങ്ങനെ ഉദ്ദേശിച്ച് വന്നാലും ഇപ്പം എന്താ ചെയ്യുക? എല്ലാവരും ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസാവും. ഒരാളാണെങ്കിൽ ബാക്കിയുള്ളവരെ ഇതിൽ കൂട്ടത്തിൽ കൂട്ടുക എന്നറിയാം. എല്ലാവരും അങ്ങനെ ഉദ്ദേശിച്ച് വന്നാലും ഇപ്പം എന്താ ചെയ്യുക? വായിക്കേണ്ട ഒരു വിഷയമാണത്. എല്ലാവരും ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും. ശ്രദ്ധിക്കണം. ഞാൻ ഇതിൽ കാലൊടിഞ്ഞാൽ പെടാം എന്ന് പറയുമ്പോൾ എല്ലാവരും കാലൊടിഞ്ഞാൽ കയറിയാൽ എന്തപ്പം ഉണ്ടാവുക? ഏതുപോലെ ഉണ്ടാവും? ടിക്കറ്റ് എടുക്കാണ്ട് ട്രെയിനിൽ കയറിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ട് ലോക്ക് ചെയ്യുക, അങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാം. എല്ലാവരും ടിക്കറ്റ് എടുത്തില്ല എന്തുണ്ടാവുക? രക്ഷപ്പെടാം. അപ്പോൾ ഇത് പഠിക്കുക, അമൽ ചെയ്യുക. ഒരാൾ അമൽ ചെയ്തില്ല, ഇയാൾ പറഞ്ഞു ഞാനിവിടെ വരുന്നത് പരമാവധി ചെയ്യണം, പറ്റണ പോലെ ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം, അങ്ങനെയാണ് അയാൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അയാൾക്ക് ഖൈറുണ്ട്. പറ്റണ പോലെ ഞാൻ പ്രവർത്തിക്കുന്നു, ബാക്കി ഹുമുൽ ഖൗമു ലാ യശ്ഖാ ബിഹിം ജലീസുഹും എന്നാണെങ്കിൽ രക്ഷപ്പെട്ട് ഇൻഷാ അല്ലാഹ്. കാരണം എന്താ? അയാൾ ശ്രമിക്കേണ്ടത്. അതേസമയം ശ്രമിക്കുന്നില്ല, വേറെ കയറി വരിക, ദർസ് ഇരിക്കുക, ചേട്ടൻ ഇങ്ങോട്ട് നോക്കുക, ദർസ് കഴിഞ്ഞാൽ തിന്നാൻ പോവുക ആണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. ഫഇദാ സഅയ്ത, ഇനി പള്ളിക്ക് നടന്നു കഴിഞ്ഞാൽ, അപ്പോൾ നടക്കൽ മാത്രമല്ല, സായിത്ത എന്ന് പറഞ്ഞാൽ പോകാൻ ഉദ്ദേശിച്ചത് നടക്കലാവട്ടെ, വണ്ടിയിലാവട്ടെ, സൈക്കിളിലാവട്ടെ, കുതിരമ്മലാവട്ടെ, എന്തോ ആവട്ടെ. ഫംഷി, ഇവിടെ ഇംഷി എന്ന് പറഞ്ഞോടെ നടക്കലാണ് അഫ്ളൽ എന്നുള്ള മനസ്സിലായി. അഫ്ളൽ നടക്കലാണ്. അലാ ഹീനത്തിൻ വതുഅദത്തിൻ വലാ തഅജൽ, സ്ലോ ആയിട്ട് നടക്കാം. സ്ലോ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആമ നടക്കണ പോലെയല്ല, സാധാരണ നടക്കാം. ഭയങ്കര സ്പീഡായിട്ട് കിതച്ച് വിയർത്ത് മുങ്ങുന്ന രീതിക്കുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാവധാനം നടക്കാം. ഈ സാവധാനം എന്ന് പറഞ്ഞാൽ ചില ചങ്ങായിമാർ നല്ല, ഞാൻ കണ്ടിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ഈ ചായൻ്റെ കുപ്പിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കും പള്ളിയുടെ മുന്നിൽ, കുറച്ചപ്പുറത്ത് കാഫറ്റേരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കൊടുക്കും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ അയാൾ അവിടെ എങ്ങനെ വരാ?
സാവധാനം സാവധാനം. അലൈക്കും ബിസ്സക്കീന. അയാൾക്ക് സക്കീനത്ത് അവിടെ ബാധകമാവണില്ല. കാരണം അയാളെ സക്കീനത്ത് അവിടെ അയാൾക്ക് ആ മസ്അലത്ത് വരാത്തതിന് കാരണമുണ്ട്. കാരണം അയാൾക്ക് അതിനുള്ള വകുപ്പ് അയാൾ കഴിച്ച് കൂട്ടി ആദ്യം തന്നെ. ഈ മസ്അലത്ത് ആർക്കാ വരുന്നത്? എല്ലാ ഭാഗം കൊടുക്കണ അതാണ് കേട്ടപ്പോൾ തഹാറത്തൊക്കെ എടുത്ത് വരുന്ന ആൾക്കാണ് ഈ ശാന്തതയോടെ എത്തേണ്ടത്. അല്ല, ഈ ശാന്തത എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരിങ്ങനെ യാത്ര പോകുമ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരിക്കും, ഇഖാമത്ത് കൊടുക്കണവരെ വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൊബൈലെടുത്ത് കളിക്കും, പിന്നെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടക്കണം. അയാൾ അവിടെ സ്പീഡിൽ നടക്കലാണ് അയാളെ ഹുക്മ്. അയാളെ ഹുക്മ് എന്താ? സ്പീഡിൽ നടക്കാനാണ്. കാരണം അയാൾക്ക് മുമ്പ് നേരത്തെ പതുക്കനെ സാവധാനം നടന്നാൽ എത്തും എന്നുള്ളതുണ്ടെങ്കിൽ അയാൾ സ്പീഡിൽ നടക്കണം. അയാളെ മസാലത്തതാണ്. ഇത് മിക്കവരും മനസ്സിലാക്കണം. മിക്കവരും പറയുന്നത് അയാൾ സ്വയം കൊടുന്നിട്ട് സമയം ഇല്ലാതാക്കിയിട്ട് എന്നിട്ട് വീണ്ടും സമയം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ നടക്കുന്നത്. മസാലത്ത് ക്ലിയറായ? ആർക്കാണ് സാവധാനം ഉള്ളത്? അത്രയും തക്സീർ ചെയ്താലും അത്രയും ഓട്ട മത്സരം നടത്തണമെന്നല്ല, സ്പീഡിൽ പോകണമെന്ന്. സാധാരണ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിക്ക് പോവുക സാവധാന, സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ല. അത് നിങ്ങളോട് തലബില്ല. സ്പീഡിൽ പോയതിനെ കുറ്റം കിട്ടുമെന്നല്ല, നല്ലത് ശാന്തമായി പോലാണ്. അതേ സമയത്ത് ഒരാൾ സമയമൊക്കെ കഴിച്ചു കൂട്ടി വീട്ടിൻ്റെ ഉള്ളിൽ കുറേ നേരം ഇരുന്നതിൻ്റെ ശേഷമാണ് ഇയാൾ പോയത്, അല്ല ചായ കുറേ നേരം ഇന്ന് കുടിച്ച് ഇതാക്കി സംസാരിച്ചിട്ട് ഇരുന്നിട്ട് ആണ് പോയെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സക്കീനത്തും ഇതൊന്നും ബാധക വരുന്നില്ല. ആ മസാലത്ത് അയാൾക്ക് ആ സുന്നത്ത് ഇല്ല. കാരണം അയാൾ തക്സീറിൻ്റെ ആളാണ്. അയാൾക്ക് അവിടെ സ്പീഡിൽ നടക്കലാണ് അയാളെ ഹുക്ം. മനസ്സിലായ? ഇത് മിക്കവരും ഗഫ്ലത്തുള്ളൊരു വിഷയമാണ്. ചിലപ്പോൾ ജമാഅത്തും കളിഞ്ഞു കൂട്ടും, ആദ്യത്തെ റക്കാത്തും കളിഞ്ഞു കൂട്ടും. ഇയാളെ പിടിപ്പ് കേടുകൊണ്ട് ഇയാൾക്ക് ഈ മസാലത്ത് ഇല്ല എന്ന് ഇയാൾ തിരിഞ്ഞിട്ടില്ല. ഇയാൾ സുന്നത്തിൻ്റെ പേര് സുന്നത്തല്ല എടുക്കുന്നത്. വഖുൽ ഫീ തരീഖിക. ഇനി വഴിയിൽ എന്താണ് പറയുക? اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة. ഇപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ചെല്ലാണ് ദുആ പറഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പോൾ വഖുൽ ഫീ തരീഖിക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നല്ല ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ചൊല്ല? ഇത് ചൊല്ല, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈഹി. പരിചയം ഉണ്ടെങ്കിലും പരിചയമില്ലെങ്കിലും എപ്പോഴും ദുആ കേൾക്കുമ്പോൾ വായ എങ്ങനെയും ഒപ്പം മെനക്കാൻ നോക്കിയൊക്കെ 2-3 വട്ടാവുമ്പോൾ ചെല്ലം കിട്ടും. എല്ലാവരും എല്ലാതും പഠിച്ചിട്ട് വരണമെന്നില്ല. നോക്കാം, നിങ്ങൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ? ഒന്ന് ചൊല്ലിയൊക്കെ, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിലൊരു വാക്കും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒരു ഹദീസിൽ ഉള്ളതാണ്. ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എങ്ങനെ? ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് ചൊല്ലിയൊക്കെ, ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ എന്താ പറയുന്നത്? ബിസ്മില്ലാഹ് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, ആമൻതു ബില്ലാഹ് അള്ളാഹിനെ വിശ്വസിച്ചു, തവക്കൽതു അലല്ലാഹ് എല്ലാതും അള്ളാഹിനെ ഞാൻ ഏൽപ്പിച്ച്. വീടാവട്ടെ, എൻ്റെ കുടുംബമാവട്ടെ, എൻ്റെ പണമാവട്ടെ, സമ്പത്താവട്ടെ, വണ്ടി ആവട്ടെ, എൻ്റെ അവസ്ഥ ആവട്ടെ, ഇത് അള്ളാഹുവിനെ അല്ലാതെ ഏൽപ്പിച്ചിരിക്കണേ. കാരണം വീട്ടിൽ ഇറങ്ങിയാൽ എന്താ ഉണ്ടാവുമെന്ന് അള്ളാഹ്ക്കെല്ലാം അറിയുള്ളൂ. വീടിൻ്റെ അവസ്ഥ അള്ളാഹ്ക്കെല്ലാം അറിയുള്ളൂ. തവക്കൽതു ലാ ഹൗല വലാ ഖുവത, എനിക്ക് ഒന്നിനും കഴിവില്ല, അള്ളാഹ് തന്ന കഴിവുള്ളൂ. അതാണ് പൂർണ്ണമായി അള്ളാഹിനെ ഏൽപ്പിച്ച്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അതെല്ലാവർക്കും അറിയാം എന്താണ്. അൻ അദില്ല ഔ ഉദൽ,
اللهم إني أعوذ بك أن أضل أو أضل എന്താണ് റബ്ബേ, ഞാൻ കാവലിനെ ചോദിക്കുന്നു, ഞാൻ അതായത് പഴുക്കണ വഴിയിൽ നിന്നെ സംരക്ഷിക്കണേ. ദീനാവട്ടെ ദുനിയാവട്ടെ. അല്ലെങ്കിൽ ഇന്നെ പഴുപ്പിക്കപ്പെടുന്ന, അതായത് ഒരാൾ ഇന്നെ പഴുപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ പഴിച്ചു പോണതോ അല്ലെങ്കിൽ ഞാൻ ഒരാളെ പഴുപ്പിക്കുന്നതോ അതിനൊക്കെ ഇന്നെ ഒഴിവാക്കണേ. ദുനിയാവട്ടെ ദീനാവട്ടെ രണ്ടിനും. ഔ അസില്ല ഔ ഉസൽ, തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റ് വഴിക്ക് പോവുക. അതീന്ന് അത് കാല് വഴുതണേന്ന്, അറിയാതെ തെറ്റ് ചെയ്യണേന്ന്, അല്ലെങ്കിൽ മറ്റൊരാളെ തെറ്റിക്ക് നയിക്കണേന്ന്, അതിനൊക്കെ റബ്ബേ ഇന്നെ കാവൽ തേടാണ്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസൽ. ഒന്നുകൂടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദൽ ഔ അസില്ല ഔ ഉസല്ല. പഠിച്ചാ? ഒന്ന് ചൊല്ലിയൊക്കെ. ഓർക്കന അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല. ഒന്നുകൂടി ചൊല്ലിയൊക്കെ. അല്ലാഹു ഇന്നി അഊദു ബിക എല്ലാവർക്കും അറിയാം എന്താണ് ഇങ്ങനെയുള്ളത്. അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല. പഠിച്ചോ? ഒന്നുകൂടി ഓർക്കന പറഞ്ഞൊക്കെ. ഓർക്കന പറഞ്ഞ അത് സ്വയാണ്, ആൾക്കാർ നോക്കണില്ല. اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل. ഇങ്ങനെയുള്ളത് ഔ അദ്ലിമ ഔ യുദ്ലം അലൈ. ഔ അദ്ലിമ ഔ അദ്ലിമ, ഒരാളെ ഞാൻ ദുൽമ ചെയ്യുന്നത്. ഔ യുദ്ലം അലൈ, അല്ലെങ്കിൽ വേറൊരാൾ എന്നെ ദുൽമ ചെയ്യുന്നത്. ഞാൻ ദുൽമ ചെയ്യുന്നത് ഞാൻ കാവൽ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ വേറൊരാൾ എന്നെ എന്താണ് ഇത് എന്താണ് പറയുക ദുൽമ ചെയ്യണമെന്ന് കാവലിനെ ചോദിക്കണം. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ. പഠിച്ചാ? അദ്ലിമ ഔ ഉദ്ലമ, ദുൽമ ചെയ്യലോ ദുൽമ ചെയ്യപ്പെടുന്നോ. അപ്പോൾ അസില്ല ഔ ഉസല്ല ഔ ആദ്യം അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. ജഹലുണ്ടാവാ, ജാലത്തിൻ്റെ വഴിക്ക് നടക്കുക, മണ്ടത്തരം ജാലത്തിൻ്റെ വഴിക്ക്. അത് ഞാനോ അല്ലെങ്കിൽ വേറെ ആൾക്കിൽ ഞാൻ കൊണ്ട് ആക്കലോ. അതായത് റബ്ബേ, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ പഠിപ്പിക്കരുത്, ആൾക്കാർ എന്നെ പഠിപ്പിക്കരുത്. ദുനിയാവിലാവട്ടെ ആക്കരുത്, എന്നെ പറ്റിക്കരുത്, ഞാൻ അവരെ പറ്റിക്കരുത്. ഇൻ്റെ കാര്യങ്ങളൊക്കെ ഹൈറാക്കണേ, ഇന്നെ കൊണ്ട് ഒരാൾക്ക് ദോഷമുണ്ടാക്കല്ലേ റബ്ബേ. ഇതൊക്കെയാണ് കോമൺ ആയിട്ടാണ് ഇത് പറയുക. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. ഒന്നുകൂടി പറഞ്ഞൊക്കെ. اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. البيا أضل أو أضل أزل أو زل أظلم أو أظلم أجهل أو يجهل علي. أرجع نبرنك. إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. الحمد لله. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദത്താക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത കാലം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹ് توكلت على الله لا حول ولا قوة إلا بالله. علي العظيم ചേർക്കേണ്ട അതാ ഒരു ഇത്. لا حول ولا قوة إلا بالله. اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. കായില്ല. علي. എൻ്റെ മേൽ ഒരാൾ ജാല ഉണ്ടാക്കുന്ന രീതിക്കായിരിക്കും. അത് റബ്ബേ
പുറത്ത് പോയാൽ ഇന്ന മണ്ടനാക്കരുത്, ആൾക്കാർ പൊട്ടനാക്കരുത്, ഉൽമയ്യരുത്, പറ്റിക്കരുത്, എല്ലാത്തിനും അള്ളാഹു എന്നെ ദീനിലാവട്ടെ ദുനിയാവിലാവട്ടെ. ഞാൻ പുറത്ത് പോകണം ഒന്നാലും ദീനിന് വേണ്ടിയിട്ട്, അത് ദുനിയാവിന് വേണ്ടിയിട്ട് അല്ലേ. ഒന്നാലും ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇന്നെ പറ്റിച്ചാലോ, അല്ല എൻ്റെ വണ്ടി മൊരിച്ച് വന്നാലോ, അല്ല എൻ്റെ എന്താണ് സാധനം ആൾക്കാർ കൊണ്ടുപോയാലോ, സാധനം വീണ് പോയാലോ, അല്ല ഇതൊക്കെ അല്ലേ ഉണ്ടാവുക. അതിന് കാവലിനെ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉദ്ലമ ഔ അജല ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. ആ ക്ലിയറായി, അർത്ഥം ക്ലിയറായ. ഇനിയുള്ളത് പള്ളിക്ക് നടക്കുമ്പോഴുള്ള ദുആ. ഇത് കാണാണ്ട് പഠിക്കണ വരെ എല്ലാവരും മൊബൈലിൽ സേവ് ചെയ്തൊക്കെ നോക്കി ചൊല്ലി പോവാ. റോട്ടിയിൽ മാത്രം പിടിച്ച് നടക്കരുത്, അത് ബാക്കിയുള്ള പണി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കണതിൻ്റെ ഇടയിൽ നിന്ന് ചൊല്ലി ഇങ്ങനെ നടക്കാം റോഡുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് ഈ ദുആ? അല്ലാഹുമ്മ ഇന്നി, തിർമിദിയിലും ഇബ്നു മാജഹ് ഇബ്നു സുന്നീൻ്റെ ഹദീസ് വന്നല്ല, സുന്നത്താണ് ഇത്. മിക്കവരും കൊണ്ടടക്കാത്തൊരു സുന്നത്താണ്. എല്ലാവർക്കും അറിയണ സുന്നത്തും കൊണ്ടെടുക്കാത്ത സുന്നത്തുണ്ടെങ്കിൽ മിക്കതും കുറേ ആൾക്കാർക്ക് അറിയുന്നതും കൊണ്ടെടുക്കാത്ത സുന്നത്തിൽ പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സ്സായിലീന അലൈക വബിഹഖി റാഗിബീന ഇലൈക. ഒപ്പം പറയാൻ നോക്കാൻ കിട്ടിയില്ലെങ്കിലും, കാരണം ഈ ഒപ്പം പറയാൻ നോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാവാനുള്ള അതെനിക്ക് കിട്ടിയെന്ന് ഞാൻ കാണിക്കലല്ല. ഈ ദുആഇൻ്റെ സ്ഥാനത്തൊക്കെ ഒപ്പം പറഞ്ഞു നോക്കിയൊക്കെ അടുത്ത രണ്ടാമത്തെ തൊട്ട് എളുപ്പമാവും. ഈ അങ്ങനത്തെ ഒരു മനുഷ്യർക്ക് അങ്ങനത്തെ ഒരു പവറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സ്സായിലീന അലൈക വബിഹഖി റാഗിബീന ഇലൈക വബിഹഖി മംശായ ഹാദാ ഇലൈക فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار. അവിടെ തിർമിദിൻ്റെതും കൂടുതൽ ഹദീസിലും തുഈദനി മിനന്നാർ എന്നാണുള്ളത്. ഇതിലുള്ള പോലെ ചൊല്ലിയാൽ മതി. ഇത് ഹദീസിൻ്റെ വാക്കാണ്. മറ്റേത് ഇതിനെക്കാട്ടം ഖുവ്വത്തുള്ള ഹദീസ് തുഈദനി എന്നാണ്. തുഈദനി മിനന്നാർ വഅൻ തുദ്ഖിലനിൽ ജന്ന വഅൻ തഗ്ഫിറ ലി ദുനൂബി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അർത്ഥം അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. അസ്അലുക, റബ്ബിനോട് ചോദിക്കുകയാണ്. ബിഹഖി സ്സായിലീന അലൈക, അതായത് റബ്ബിനോട് ചോദിക്കുന്ന ആൾക്കാരെ അവരെ ഹുർമത്ത് കൊണ്ട് അവർക്ക് റബ്ബ് കൊടുക്കേണ്ടല്ലോ, ചോദിച്ചവർക്ക് കൊടുക്കണം. ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നല്ലേ. അപ്പം ചോദിക്കുന്നവരെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, എൻ്റെ തള്ളി കളിയല്ലേ റബ്ബേ. ഏതുപോലെ ഇയ്യാക നഅ്ബുദു എന്നറിയണ്ട, ഇയ്യാക അഅ്ബുദു എന്നറിയാറില്ല. ഞാനല്ല ഇബാദത്ത്, ഇയ്യാക അഅ്ബുദു, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതെന്നല്ല പറയേണ്ടത്. അല്ല, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അപ്പം ഇബാദത്ത് ചെയ്യണവരിതൊക്കെ സ്വീകരിക്കുക, അപ്പം എൻ്റെതും കൂടി അവരൊപ്പം സ്വീകരിക്കണമെന്നാണ് ഈ നഅ്ബുദു. അതുപോലെ ഇനി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സ്സായിലീന അലൈക, ചോദിക്കുന്നവരെ ഹക്ക് കൊണ്ട് ഞാനിതാ റബ്ബേ ചോദിക്കുന്നു. അവരെ കൂട്ടത്തിൽ ഇന്നും കൂടി പെടുത്തണേ റബ്ബേ. മനസ്സിലായ? വബിഹഖി റാഗിബീന ഇലൈക, അള്ളാഹുവിനോട് കരങ്ങി മനസ്സറിഞ്ഞ് തേടുന്നവരും അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവരെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, ഇന്നവരെ ഒപ്പം കൂട്ടണേ. വബിഹഖി മംശായ ഹാദാ ഇലൈക, ഞാൻ അള്ളാഹുവിൽക്ക് നടക്കുന്ന ഈ നടത്തണ്ടല്ലോ, അള്ളാഹുവിൽക്ക് എന്ന് പറയുമ്പോൾ പള്ളിക്കുള്ള നടത്തം, ആ പള്ളിക്കുള്ള നടത്തത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ ഇതാ ചോദിക്കുന്നു. ഫഇന്നീ ലം അഖ്റുജ്, ഞാൻ പുറപ്പെട്ടിട്ടില്ല. അഷറൻ, അതായത് അള്ളാഹുവിൻ്റെ നിഅമത്തിനെ ഹംദ് ചെയ്യാതെ സ്തുതിക്കാത്ത രീതിക്കല്ല ഞാനിത് പുറപ്പെട്ടത്, സ്തുതിക്കുന്ന രീതിക്കാണ് പുറപ്പെട്ടത്. വലാ ബതറൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അഹങ്കാരത്തോടും അതുപോലെ തന്നെ ഒരു കാര്യം പിടിച്ചെടുക്കാനായിട്ടൊന്നല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കാത്ത രീതിക്കുള്ള ഒന്നിനും തിരിഞ്ഞു വെക്കാതെ ഒന്നിനും വില വെക്കാതെ ഒന്നല്ല ഞാൻ ഇറങ്ങിയിട്ടുള്ളത്.
അതൊക്കെ അതിൻ്റെ സ്ഥാനമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. വലാ ബത്തറൻ എന്ന് പറഞ്ഞാൽ ളുൽമ എന്തും അതുപോലെ തന്നെ പിടിച്ചു പറിക്കാനൊന്നല്ല ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. വലാ റിയാഅൻ, ആൾക്കാരെ മുന്നിൽ എന്താ റിയാ ആയിട്ട്, അതായത് സ്വയം. വലാ സുംഅതൻ, സുംഅതൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക്, അതായത് ഇല്ലേ ആൾക്കാരുടെ ഇടയിൽ ഇയാളെപ്പോഴും ഇങ്ങനെ നടക്കണം, അൽഹംദുലില്ലാ ഇയാൾ ബാങ്ക് കൊടുക്കണേ 10 മിനിറ്റ് മുമ്പ് തന്നെ ഇറങ്ങണ ആളാ, അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇറങ്ങിയത്. ഇതൊന്നല്ല എൻ്റെ ഉദ്ദേശം റബ്ബേ. ബൽ ഖറജ്തു, പക്ഷേ ഞാൻ പുറത്തിറങ്ങിയത് ഇത്തിഖാഅ സഖതിക്, റബ്ബിൻ്റെ കോപത്തിൽ നിന്ന്, റബ്ബിൻ്റെ അദാബിൽ നിന്ന്, റബ്ബ് തൃപ്തിപ്പെടാത്ത കൂട്ടരിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉദ്ദേശം അതാണ്. വബ്തിഗാഅ മർദാതിക്, റബ്ബിൻ്റെ തൃപ്തിയാണ് എൻ്റെ ഉദ്ദേശം. ഫഅസ്അലുക്, അതിനാൽ ഞാൻ ചോദിക്കുന്നു റബ്ബേ, അൻ തുൻഖിദനി മിനന്നാർ, അല്ല അൻ തുഈദനി മിനന്നാർ, ഇന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ, നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. വഅൻ തുദ്ഖിലനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടത്തണേ. വഅൻ തഗ്ഫിറ ലീ ദുനൂബി, എൻ്റെ പാപങ്ങൾ റബ്ബേ പുറത്ത് തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, പുറത്ത് തരണവൻ റബ്ബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദുആ ഒന്ന് ചെല്ലാൻ പറ്റണവർ ഒപ്പം ചെല്ലാൻ നോക്കുക, കുറച്ചായിട്ട് പറയാം. ഇത് പഠിക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് പഠിഞ്ഞെന്ന് വരില്ല. ഈ ഒരു ഭാഗം മൊബൈലിൽ എപ്പോഴും സൂക്ഷിച്ചേക്കുക, ഫോട്ടോ എടുത്തിട്ട് വെക്കുക, കൊണ്ടെടുക്കുക. ഈ ഒരു ഭാഗം പിക്ചർ എടുക്കുക. നമ്മൾ 1 മാസം 2 മാസം നോക്കി വായിച്ചൊക്കെയുണ്ടെങ്കിൽ കാണാണ്ട് പഠിക്കാൻ ശ്രമിക്കാത്ത ഒരാളാണെങ്കിൽ, ശ്രമിച്ച ആളാണെങ്കിൽ 2 ദിവസത്തിൽ പഠിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അത് പാർട്ടായിട്ട് പഠിച്ചാൽ മതി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സ്സായിലിന അലൈക, അത് ആദ്യത്തെ പാർട്ട്. വബിഹഖി الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. أينكم أرتم حاضرة وقلبي. എന്താണ് അർത്ഥം? റബ്ബേ, ഞാൻ റബ്ബിനോട് തേടിയവരെ ആ തേട്ടം കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, അവരെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. ആ പള്ളിക്ക് നടക്കുന്ന ആൾക്കാരുണ്ട്, അള്ളാഹുവിനെ തേടിയ ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. അവരെ കൂട്ടത്തിൽ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്ത് ഒറ്റക്കല്ല നിന്നത്. ഇയ്യാക്കൻ അബുദു ഇയ്യാക്കൻ സ്റ്റൈൻ പോലെ എന്താ കൂട്ടത്തിലായി. റബ്ബേ കബൂൽ ചെയ്യണം. കുറേ ആൾക്കാരുണ്ട്, അതിൻ്റെ ഒപ്പം ഇന്നൊന്ന് ആക്കിയാൽ കഴിഞ്ഞ ഞാൻ രക്ഷപ്പെട്ട്. അല്ലാഹുമ്മ, അതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അല്ലാഹുമ്മ അസ്അലുക, ആദ്യം തന്നെ തുടങ്ങിയ റബ്ബേ, ചോദിക്കുന്നവരെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അപ്പം ഇന്നും കൂടി അതിൽ പെടുത്തണം റബ്ബേ. വബിഹഖി റാഗിബീനയിലേക്ക്, റബ്ബിനെ ഉദ്ദേശിക്കുന്നവരിലും ഇന്നെ പെടുത്തണേ. വബിഹഖി വംശ, ഈ നടത്തണ്ടല്ലോ, ഈ നടത്തം കൊണ്ട് ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു. പിന്നെ എന്തെങ്കിലും പെടുത്തണേ, ആ നടത്തുന്ന കബൂലാക്കപ്പെട്ട കൂട്ടരിലും പെടുത്തണേ. ഞാൻ എന്താണ് ചോദിക്കുന്നത്? റബ്ബേ, ഞാൻ പുറപ്പെട്ടത് എന്തിനല്ല, സ്വയത്തിനെ വീണ്ടും ഓർമ്മിപ്പിക്കുക. അശറൻ, അതായത് ഒന്നിനും ശ്രദ്ധ കൊടുക്കാണ്ടും നിഅമത്തിനെ ഹംദ് ചെയ്യാണ്ടും ശുക്ർ ചെയ്യാണ്ടും ഒന്നല്ല, ആ അവസ്ഥയിലല്ല. വലാ ബത്തറൻ, അശറൻ വലാ ബത്തറൻ. ബത്തറൻ എന്ന് പറഞ്ഞാൽ ഫസാദ് ഉണ്ടാക്കാനും അങ്ങനെ ഉൽമ ചെയ്യാനോ അതൊക്കെയാണ് ബത്തറൻ എന്ന് പറയുന്നത്. വലാ റിയാഅൻ, കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല. വലാ സുംഅത്തൻ, ആൾക്കാരുടെ സംസാരം ഇതാവാൻ വേണ്ടിയിട്ടുമല്ല. പക്ഷെ എന്തിനാ ഖറജ്തു, ഞാൻ ഇറങ്ങിയത് റബ്ബേ, റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടും റബ്ബ് കോപിക്കുന്ന കൂട്ടരിൽ ഇന്നെ പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ഉദ്ദേശം, ഇത്രേ ഉള്ളോ. അതുകൊണ്ട് റബ്ബേ എന്നെ സ്വർഗത്തിൽ കടത്തണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ, പാപങ്ങൾ മുഴുവനും പുറത്ത് തരണേ റബ്ബേ. ആയാ ഒരാൾ ഇത് ചൊല്ലാൻ മൊബൈൽ എടുക്കാൻ വിട്ടുപോയാൽ ഈ ഒരർത്ഥമെങ്കിലും മിനിമം ഖൽബി ഹാദിറാക്കുക. ഖൽബി ഹാദിറാക്കി ഈ സുന്നത്ത് കിട്ടൂലെന്നോ കിട്ടുമെന്നല്ല ഇവിടെ പറഞ്ഞത്, ആ അർത്ഥമെങ്കിലും വരണം എന്നാ. اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة
ബൽ ഖറജ്തു ഇത്തിഖാഅ സഖതിക് വബ്തിഗാഅ മർദാതിക് ഫഅസ്അലുക അൻ തുൻഖിദനി മിനൻ നാർ വഅൻ തുദ്ഖിലനിൽ ജന്ന വഅൻ തഗ്ഫിറ ലി ദുനൂബി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് അമലിയ. ഇത് ചൊല്ലിയാൽ ഫضൽ എന്താണ്? ഹദീസി വന്ന ഫضലാണ് പറയുന്നത്. തിർമിദി, ഇമാം, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് വരാം. ഇങ്ങനെ ആരേലും പറഞ്ഞു കഴിഞ്ഞാൽ ഖായിലഹു, ആരേലും പള്ളിയിൽ കയറി എന്താണ് ഇതായി കഴിഞ്ഞാൽ 70,000 മലക്ക് അവൻക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്നാണ് ഹദീസിൽ വന്നത്. എത്ര? മറ്റ് തിർമിദിയിൽ ഹത്താ യഫ്റുഗ മിൻ സലാത്തി, എത്ര? 70,000 മലക്കുകൾ പൊറുക്കും എന്നാണ് ഇബ്നു സുന്നീലും ഇബ്നു മാജയിലും വന്നിട്ടുള്ളത്. ഇങ്ങനെ ചൊല്ലി കഴിഞ്ഞാൽ അവൻക്ക് 70,000 മലക്ക് പൊറുക്കലിനെ തേടും. പക്ഷേ തിർമിദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് തന്നെ തിർമിദി ഇമാം പറഞ്ഞു, നിസ്കാരം കഴിയണ വരെ, നിസ്കാരം കഴിയണവരെ അവനക്ക് പൊറുക്കലിനെ നേടുന്ന. അത്രയും വലിയ പ്രതിഫലം വിടണം. പഠിച്ചണ ഒരു മിനിറ്റിൻ്റെ കാര്യമുള്ള പഠിച്ചവർക്ക്, പഠിക്കാത്തവർക്ക് 2 മിനിറ്റും നോക്കി വയ്ക്കണവർക്ക് 2 മിനിറ്റ്. اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وتدخلني الجنة وتغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. വാഗ്ദാനം എടുക്കുക സ്വയത്തിൻ്റെ മേലെ, ഇന്നോടല്ല, എൻ്റെ മേലെ നിങ്ങൾക്ക് ബാധ്യതയല്ല. എന്താണ്? അള്ളാഹുവേ റബ്ബെ തൗഫീഖ് തരണേ, എല്ലാ ജമാഅത്തും പോകുമ്പോഴും ചൊല്ലാനുള്ള തൗഫീഖ് തരണേ എന്ന് ദുആ ചെയ്യുക. ഇപ്പം തന്നെ എല്ലാവരും ചെല്ലാൻ ഏറ്റെടുത്തോ? കുറേ ആൾക്കാർ സൗണ്ടൊന്നും കേൾക്കണില്ല, ഹൈറാനിയത്തിലാണ്. കൊണ്ട് ഏറ്റെടുത്താൽ ഇനി ചെയ്യാൻ പറ്റുമെന്നുള്ള ഹൈറാനിയത്തിലാണ്. ചെല്ലുള്ളോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ള ചെല്ലെന്തൊന്നും നോക്കിയൊക്കെ ഇന്ന് ഇത്ര ഇത്. അപ്പോൾ ഒരാൾ പറയാണ് ഇത്ര എന്ത് ഇങ്ങോട്ട് കൊടുത്തൂടെ? ഇത് കിതാബ് ഓതാൻ വേണ്ടി എടുക്കണ്ടല്ല, അമൽ ചെയ്യാൻ വേണ്ടി എടുക്കണ്ട. ഈ ദുആ നിസ്കാരത്തിന് പോകുമ്പോൾ, പള്ളിക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങുമ്പോഴും വണ്ടി സ്ക്രാച്ച് ചെയ്യുക, അതിൽ ഇന്ന പെടുത്തല്ലേ റബ്ബേ എന്നുള്ളതും അതില്ല ഉതല്ലേലും ഒന്ന്. ആൾക്കാരിൻ്റെ മേലെ മെക്കെട്ട് കയറുന്നതിൽ ഇന്ന പെടുത്തല്ലേ, ഞാൻ ആൾക്കാരെ മെക്കെട്ട് കയറലിൽ ഇന്ന പെടുത്തല്ലേ. മക്കളെ സ്കൂളിൽ അയക്കുമ്പോൾ മാത്രമല്ല, എന്താണ് നമ്മൾ സാധാരണ പുറത്തിറങ്ങിയാലും അത് ചെല്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏതൊക്കെയാണ്? വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങിയാലും ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. ഇത് എളുപ്പമായില്ലേ? ഇത് വീട്ടിൽ അതന്നെ ദുൽമയ്യ. ഞാൻ ഒരാളെ മേലെ ദുൽമയ്യലോ മറ്റൊരാളിൻ്റെ മേലെ. ഒരു മനുഷ്യൻ സ്വയത്തിന് രക്ഷപ്പെടുത്താൻ മാത്രമല്ല, മറ്റുള്ള ഒരാൾ പഠിപ്പിക്കാനും പാടില്ലല്ലോ. അതുകൊണ്ട് നടക്കാം. എപ്പോൾ ഇറങ്ങിയാൽ പള്ളിക്കാണെങ്കിൽ പള്ളിക്കല്ലെങ്കിലും അതിനൊപ്പം എന്ത് ചെയ്യാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. ഇതിൽ ഒരു സുന്നത്തും കൂടി ഉണ്ട്. അബൂദാവൂദിൻ്റെ ഹദീസിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറയുന്ന സമയത്ത് കണ്ണ് എന്താണ് മോളിക്ക് ഉയർത്തി എന്നുള്ള ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം ചെയ്താൽ ആ സുന്നത്ത് കൂടി കിട്ടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അങ്ങനെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ
أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل عليه. എന്നിട്ട് പള്ളിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ചൊല്ലുക? اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وأن تدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. മിനിമ പറഞ്ഞത് ഇപ്പം ഇനിയുണ്ടാ? ഇനിയുണ്ട്. ഞാനിത് മിനിമാണ്. اللهم اجعل في قلبي نورا. അത് അതിൽ പെട്ട പള്ളിക്ക് പോകുമ്പോൾ പെട്ട ദുആ ആണ്. اللهم اجعل في قلبي نورا وعن يميني نورا وعن شمالي نورا ومن فوقي نورا ومن تحتي نورا എന്നുള്ളതും അതുപോലെ തന്നെ بسم الله الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم എന്നറിയലും ഇതിൽ പെട്ട് പള്ളി പോകുമ്പോൾ. പക്ഷെ അത് ഇപ്പോൾ എടുക്കണം എന്നല്ല പറഞ്ഞത്, മിനിമ പറഞ്ഞത്. ഹിദായത്തിൻ്റെ തുടക്ക പറഞ്ഞത്, അവസാനം അല്ലെങ്കിൽ മുത്തവസ്സിത്തല്ല പറഞ്ഞത്. അതുകൊണ്ട് അതിക്കൊന്നും കാട്ടുന്നില്ല. ഒറ്റ ദുആയിൽ നിർത്തി. എത്ര ദുആ? ഒറ്റ ദുആ. اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وتدخلني الجنة وتغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت. എളുപ്പല്ലേ? ഈ 3 ദുആ കൊണ്ടെടുക്കുക. ഒരു ദുആ മാത്രം നോക്കി ഓതേണ്ടി വരുള്ളൂ, ബാക്കിയൊക്കെ കാണാണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതാക്കുക, അമലാണ് കൊണ്ടെടുക്കുക. സുബഹി ആയിക്കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം വീടടുത്താണ്, ആദ്യത്തെ സഫ് കിട്ടും എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. കിട്ടില്ല എന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക. അവനക്ക് വീട്ടിൽ നിസ്കരിക്കണ പ്രാധാന്യം കിട്ടില്ല എന്ന് വരില്ല, അവൻ കിട്ടും അത്. കാരണം എന്താ? അവർ വീട്ടിൽ നിസ്കരിച്ചാൽ അത് കിട്ടാത്തത് കൊണ്ടല്ലേ ആദ്യത്തെ സഫിന് വേണ്ടി മുന്തിക്കുന്നത്. ആ ഫളീലത്ത് നഷ്ടപ്പെടില്ല. എനിക്ക് വീട്ടിൽ നിസ്കരിക്കണ ഫളീലത്ത് ആദ്യത്തെ സഫിന് വേണ്ടിയിട്ടും ജമാഅത്തിന് വേണ്ടിയിട്ടും പോയിണ്ടല്ലേ, അയാൾക്ക് എന്ത് നഷ്ടപ്പെടില്ല? വീട്ടിൽ നിസ്കരിക്കണതിൻ്റെ ഇത് ഫളീലത്ത് നഷ്ടപ്പെടില്ല. മനസ്സിലായ? അപ്പോൾ സുന്നത്ത് നിസ്കരിക്കുക. സുന്നത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ എന്തോതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തേൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാ. കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക? അടുത്ത ഇതിൽ വരുന്നുണ്ട് ബാക്കിയുള്ളത്. ഇപ്പോൾ മിനിമം ഇപ്പോൾ ഇന്നത്തേൽ നമ്മൾ ഇനി നാളെ അടുത്ത ആഴ്ച വരെ പ്രവർത്തിക്കുക. അടുത്ത ആഴ്ച വരെ എന്നല്ല, അടുത്ത ആഴ്ച വരുമ്പോൾ പുതിയത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനൊപ്പം ഇതും കൂടി ഇതാക്കുക. എന്താണ് ചൊല്ലേണ്ടത്? വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇനി കടയ്ക്ക് പോകട്ടെ, എങ്ങനെ ആവട്ടെ. എത്ര ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊഴിഞ്ഞ് വീണിട്ടുണ്ട്? എത്ര ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപകടത്തിൽ പെട്ടിട്ടുണ്ട്? എത്ര ആൾക്കാർ വേറെ ആൾക്കാരെ കുടുക്കിയിട്ടുണ്ട്? അതിലൊന്നും പെടാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ദുആ ചൊല്ലുക. ബിസ്മില്ലാഹ് ആമൻതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. പിന്നെ പള്ളിക്കാണെങ്കിൽ اللهم إني أسألك بحق السائلين عليك وبحق الراغبين إليك وبحق ممشاي هذا إليك فإني لم أخرج أشرا ولا بطرا ولا رياء ولا سمعة بل خرجت اتقاء سخطك وابتغاء مرضاتك فأسألك أن تنقذني من النار وتدخلني الجنة وأن تغفر لي ذنوبي فإنه لا يغفر الذنوب إلا أنت والحمد لله رب العالمين. كان نسمجنا
അല്ല അത് ഓതാനതിൻ്റെ ഒപ്പം ആദ്യത്തെ റക്കാത്തിൽ ഖുല്യായുൽ കാഫിറൂൻ വിടരുത്, ഒരിക്കലും വിടരുത്. അതന്നെ അത് ഓതിക്കോ. ആദ്യത്തെ റക്കാത്തിൽ ഒരിക്കലും ഖുല്യായുൽ കാഫിറൂൻ വിടരുത്, രണ്ടാമത്തെ റക്കാത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അത് വിട്ടിട്ട് അലം ഓതിയാൽ അത് ചെയ്യരുത്. രണ്ടും കൂടി ഒരുമിച്ച് ഓതിക്കോ, പ്രശ്നമില്ല. രണ്ടും കൂടിയും ഒരുമിച്ച് ഓതിക്കോ. ആദ്യത്തെ റക്കാത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അലം നശ്റഹ്, രണ്ടാമത്തെ റക്കാത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അലം തറ. ഇവിടെ അങ്ങനെ, ഇവിടെ സുബ്ഹിൻ്റെ മാത്രം, സുബ്ഹിൻ്റെ മാത്രം. എനിക്ക് ആശയിൽ പെടില്ല. കിടക്കില്ലെങ്കിലും ദുആ സുന്നത്ത് വരും, പക്ഷെ കിടക്കല അവിടെ വല്ല ദുആ തരുന്നത് اللهم رب جبريل وميكائيل وإسرافيل ورب محمد صلى الله عليه وسلم أجرني من النار. എത്ര വട്ടം? 3 വട്ടം. ഒന്ന് ചൊല്ലിയൊക്കെ اللهم رب جبريل وميكائيل وإسرافيل ورب محمد صلى الله عليه وسلم أجرني من النار. اللهم رب جبريل وميكائيل وإسرافيل ورب محمد صلى الله عليه وسلم أجرني من النار. البيلة ها كركا ആദ്യത്തെ സമയമായിട്ട് കിടക്കാണ്ടിരുന്ന ആദ്യം ഇത്രയേ ഉള്ളൂ. കാരണം ആദ്യത്തെ സഫി കിടക്കണോട് കുഴപ്പമുണ്ടായിട്ടില്ല, ആൾക്കാരിൽ നിന്ന് നോട്ടവും ചവിട്ടമൊക്കെ ചിലപ്പോൾ കിട്ടും, അതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ. വിഷയം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരും എടുക്കില്ല. ഒരു കാലം കഴിയുമ്പോൾ ഉള്ളതും കൂടി കാണാതെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത്, അവിടെ ഉള്ളവരൊക്കെ സുന്നത്ത്, എല്ലാവരും സുന്നത്തും, ജമാഅത്ത് ഉണ്ടാവുന്നവരൊക്കെ എണിച്ചുന്ന എല്ലാവരും സുന്നത്ത് അവിടുന്ന് കാണായിരുന്നു മിക്ക പള്ളിയിലും, അല്ലേ? എത്ര ആൾക്കാർ അവിടെ ബാക്കിയുള്ളതെന്നൊന്ന് നോക്കിയൊക്കെ കണക്കെടുത്തൊക്കെ. ഇനി ഒരു കാലം കഴിഞ്ഞാൽ അത്രയും കാണൂല, കുറച്ച് കാലം കഴിയുമ്പോൾ ഇനിയും കുറയും. അപ്പോൾ ആ കാലത്ത് ആ സുന്നത്ത് ഇല്ലായിരുന്നു എന്ന് അറിയരുത്. അൽഹംദുലില്ലാ പുരക്ക് നിസ്കരിച്ചോ. എല്ലാവർക്കും പുരക്ക് നിസ്കരിക്കാൻ പറ്റണമെന്നില്ല. ഈ പുരക്ക് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാവുക, പുരക്ക് നിസ്കരിക്കാനുള്ള സെറ്റപ്പും എല്ലാതും റെഡിയാക്കിയതിന് ശേഷം പുരക്ക് നിസ്കരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അല്ലാതെ പുരക്ക് നിസ്കരിക്കാന്ന് ഇറങ്ങി വീട്ടിൽ വരും, സാധനം തിരിപ്പിച്ച് ഒഴിക്കും, പിന്നെ സുന്നത്ത് നിസ്കരിക്കലും ഉണ്ടാവില്ല. ആ അവസ്ഥയിലെത്തിയ പിന്നെന്തിപ്പോൾ കാര്യം? പ്രസംഗിക്കാൻ എളുപ്പമാണ്, പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ എളുപ്പമല്ല. അപ്പോൾ സൂക്ഷിക്കുക. വീട്ടിൽ പള്ളിയൊക്കെ റെഡിയാക്കി അതിൻ്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കിയ ആൾക്കാരാണ് ചെയ്യാണ്ടത്. സുന്നത്താന്ന് പറഞ്ഞിട്ട് സുന്നത്ത് എടുക്കണില്ല. വീട്ടിൽ സുന്നത്താണ്. ഒരാൾ വന്ന് പറഞ്ഞ് ഒരു വിഷമം പറഞ്ഞതാണ്, ഉസ്താദെ ഉസ്താദ് ഒരു ഷെയ്ഖ് പറയണ കേട്ട്, എന്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കണം, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ എന്ന് പറഞ്ഞിട്ട് ഖബർ പോലെ വീടാക്കരുതെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഞാനത് കേട്ടപ്പോൾ ഖബർ പോലെ ആക്കരുത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പള്ളിയിൽ നിന്ന് ലോറിൻ്റെ മുമ്പ് 4, ലോറിൻ്റെ മുമ്പ് ശേഷം 4 നിസ്കരിക്കാൻ ആളാണ്. കാരണം അതതിൻ്റെ ആ ഒഴുക്കിയിലാണ്ട് പോവും. കാരണം പള്ളി കയറി എന്താണ് തഹയ്യത്ത് നിസ്കരിക്കണം. ആ തഹയ്യത്തിൻ്റെ ഒപ്പം ഈ രണ്ടും കൂടി തഹയ്യത്ത് വുളൂഉം സുന്നത്ത് എല്ലാതും കൂടി നിയ്യത്ത് വെച്ചിട്ട് ഒറ്റ നിസ്കരിക്കില്ല. മുപ്പരങ്ങനെയാണ്. അപ്പം എല്ലാതും കൂടി കിട്ടുമല്ലോ. ഞാൻ എന്ത് ചെയ്യുക, അങ്ങനെ നിസ്കരിച്ച് പോരാറാ. വീട്ടിലാക്കിയപ്പോൾ ആദ്യത്തെ 2-3 ദിവസമൊക്കെ നല്ല രീതിക്ക് നിസ്കരിച്ച്, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഒന്ന് മൊബൈലിൻ്റെ അവിടെ നിന്ന് അലാറം അല്ലെങ്കിൽ വാട്സപ്പ് നോക്കാം. അപ്പോൾ വെറുതെ ഞാൻ നോക്കിയിട്ട് ബാക്കിയുള്ള 2 കൂടി നിസ്കരിക്കാമെന്ന് അറിയും. അതിനായി
തർത്തീബൊന്നും നിസ്കാരത്തിൽ വരുന്നില്ല. ഈ പള്ളിയിൽ നിസ്കരിക്കാൻ നോക്കുമ്പോഴും ഒരു ശരിയാവണ പോലെ തോന്നണില്ല എന്നൊരാൾ ഇപ്പം അടുത്ത കാലത്ത് പറഞ്ഞ. കുറേ ആൾക്കാരെ കഥ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ആൾക്കാരാണ് വീട്ടിൽ നിസ്കരിക്കുക. തയ്യാറാക്കാത്ത ആൾക്കാർ അതിന് തുനിയുമ്പോൾ തയ്യാറാക്കി തുനിയാം. സുന്നത്ത് തന്നെയാണ്, വീട്ടിൽ നിസ്കരിക്കുക സുന്നത്താണ്. പക്ഷെ പള്ളി നിസ്കരിക്കുമ്പോൾ അയാൾ കൊണ്ട് നടന്ന് വീട്ടിൽ വന്ന് കൊണ്ട് നടക്കുകയാണെങ്കിൽ അയാൾ ഒന്നും എടുത്തില്ല, ഒരു പക്ഷെ എടുത്തത് വിടുങ്ങി. അത് അള്ളാഹിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയല്ല. അല്ലാഹു യുഹിബ്ബു, അള്ളാഹു മഹബത്ത് ഉണ്ടാക്കുന്നത് എന്താണ്? ദീമത്ത്, ഒരു അമൽ ദായിമാക്കല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആമീൻ. ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടോ? അങ്ങനെ ചോദ്യം ഒരു ഇതൊക്കെ മനസ്സിലായില്ല. ഹജ്ജും ഉംറയും ചെയ്ത കൂലി. ഇല്ല, അത് നിസ്കാരം ബന്ധപ്പെട്ടതാണ്. ബാങ്ക് ബന്ധപ്പെട്ടല്ല, നിസ്കാരം ഫർള് നിസ്കാരം ബന്ധപ്പെട്ട ജമാഅത്ത്, പള്ളിയിലെ ജമാഅത്ത്. ഫർള് നിസ്കാരം പള്ളിയിൽ ജമാഅത്ത് തന്നെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഫർള് നിസ്കാരം ജമാഅത്തിൽ നിസ്കരിച്ചവനിക്കാണ് അതുള്ളൂ. അല്ലാതെ നമുക്ക് എന്താണില്ല, ഹജ്ജും ഇല്ല ഉംറയും ഇല്ല, രണ്ടുമില്ല. ആ 10 അല്ല 15 മിനിറ്റ് ആണ് വേണ്ടത്. 15 മിനിറ്റ് വേണം. പള്ളിയിൽ നിന്ന് ദിക്ർ, അതായത് ഇല്ലേ നമ്മള് അസ്ല് പള്ളിയിൽ നിന്ന് നിസ്കരിക്കലാണ്. അപ്പൊ ദിക്റും ഇൽമുമായിട്ട് ദിക്റും ഇതൊക്കെ ആയിട്ട് അപ്പോൾ ദിക്റായിട്ട് കൂടെയുണ്ടെങ്കിൽ വീട്ടിൽ നിസ്കരിക്കാം, ദിക്റായിട്ട് കൂടെയുണ്ടെങ്കിൽ മാത്രം. അങ്ങനെയാണ് നമ്മൾ ഉസ്താദ് പറഞ്ഞത്. ദിക്റായിട്ട് കൂടണവർക്ക് ചായ കുടിക്കാൻ പോയാൽ അത് ക്യാൻസലാവുന്ന പറഞ്ഞത്. താശ അറിഞ്ഞല്ല, ചായ കുടിക്കാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ അയാൾക്ക് ഹജ്ജും ഉംറയും ക്യാൻസൽ. ഫീസ് അടിക്കണോടത്തുനിന്ന് ബാത്റൂം ക്യൂയിൽ നിന്ന് ബാത്റൂം പോയ പോലെ ഉണ്ടാവും. ക്യൂയിൽ നിൽക്കണ്ടേ? ചായ കുടിക്കാനോ ആൾക്കാരായിട്ട് സംസാരിക്കാനോ പള്ളിയിരുന്ന് സംസാരിക്കുന്നില്ല, അത് കട്ടാവില്ല. ക്യൂയിൽ നിന്ന് സംസാരിക്കണ പോലെ ഉണ്ടാവും. പക്ഷെ ആ ക്യൂയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അല്ല, അത് നിർബന്ധമല്ലേ. അയാളിപ്പോൾ വാഷ്റൂം പോകാണ്ട് അവിടെ പിടിച്ചിരിക്കണം, അത് അതിൽ പെടില്ല. അതേസമയത്ത് അയാൾ പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അത് ക്യാൻസലാവും. ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാലും ക്യാൻസലാവും. അതേസമയത്ത് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ ചായ ആയിട്ട് പള്ളിക്ക് വന്നാൽ ക്യാൻസലാവില്ല. ചായ കുടിക്കണം നിർബന്ധമുള്ളത്. പുസ്തകരൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ചിലവർക്ക് ഈ വായൽ അതും കുഴപ്പമില്ല. അപ്പം അത് ക്ലിയറായ ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഇഷ്റാഖിൻ്റെത് അടുത്ത ഇറച്ചി വരുന്നുണ്ട്, അത് കൂടുതൽ വിശദീകരിക്കാത്തതാണ്. ഇഷ്റാഖിൻ്റെത് മൊത്തമായിട്ട് അടുത്ത ഇറച്ചി വരുന്നുണ്ട്. അപ്പം അൽഹംദുലില്ലാ ഇന്നത്തെ ഇറച്ചി ഇന്ന് അമൽ ചെയ്യുക, ഇന്ന് മുതൽ അമൽ ചെയ്യുക. വീട്ടിൽ ജമാഅത്തെ നിസ്കരിക്കുക, പള്ളിയുടെ അടുത്തുണ്ടെങ്കിൽ അതായത് വീട്ടിൽ ജമാഅത്ത് കഴിഞ്ഞാണെങ്കിൽ വീട്ടിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. പള്ളി ജമാഅത്ത് കിട്ടുകയാണ്, പള്ളിയിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ഒറ്റക്ക് ജമാഅത്താണ് അവിടെ. ജമാഅത്തൗല അല്ലേ പറഞ്ഞു, ജമാഅത്തൗലാന്ന്. ജമാഅത്ത് എപ്പോഴും കിട്ടാൻ നോക്കാം. കാരണം തഫ്ദുലു അൻ സലാത്തിൽ ഫദ്ദി, ഒറ്റ ആൾ നിസ്കരിച്ചാൽ പള്ളിയിലാവട്ടെ പുറത്താവട്ടെ ഒറ്റ ആൾ നിസ്കരിച്ചാൽ 27 കിട്ടില്ല. അത് വലിയ വിഷയമാണത്. അപ്പോൾ ജമാഅത്ത് വീട്ടിൽ നിന്നാണ് ജമാഅത്ത്, ഒറ്റയ്ക്ക് നിസ്കരിക്കാനാവില്ല. ജമാഅത്ത് നിസ്കരിക്കുക അത് വീട്ടിൽ നിന്ന് ഒറ്റൻ്റെ വിഷയത്തിലാണ്.
അതെന്തിനാണ്? ആ പള്ളിയിലുള്ള ജമാഅത്താണിന്ന് പറഞ്ഞാണ്. ഭാര്യനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അയാളോട് ഖിതാബ് ഉണ്ടായത് ആദ്യം അയാൾ ചെയ്യട്ടെ. അയാളെ മേൽ ഖിതാബ് ഇല്ലാത്തൊരു സാധനം അയാളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹ് ഒരാൾക്ക് കൊടുത്തതല്ലേ അയാളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കാത്ത സാധനം അയാൾ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല. അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴി പോരുന്ന പോലെ ഉണ്ടാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم اغفر لي وتب علي إنك أنت التواب الغفور.